بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب وأحباب وأزواج وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമളാനിന്റെ 5-ാം ദിനത്തിലും നോമ്പനുഷ്ഠിച്ചവരായി അവൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ലഭ്യമായിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കുറവുകളും കുഴപ്പങ്ങളും തെറ്റുകളും എല്ലാം പുറത്ത് നമ്മുടെ പക്കൽ നിന്ന് ഈ കർമ്മങ്ങളും മറ്റ് നമ്മുടെ കർമ്മങ്ങളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യർ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, കൂട്ടുകുടുംബാദികൾ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മെ സഹായിച്ചവർ, നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ നിർമ്മാണപ്പണികൾക്കും ദൈനംദിന ചെലവുകൾക്കും മറ്റുമൊക്കെയായി നമ്മോട് സഹായിച്ചവർ, സഹകരിച്ചവർ, നമ്മെ സന്തോഷിപ്പിച്ചവർ, എല്ലാവരുടെയും സർവമാന ദോഷങ്ങളും അർഹമുർ റഹീമിനായ റബ്ബ് പുറത്തു തരുമാറാകട്ടെ. മനസ്സാവാച കർമ്മണ, രഹസ്യമായും പരസ്യമായും സാരമായതും നിസ്സാരമായതും നാം ചെയ്തു കൂട്ടിയ ഏത് തെറ്റുകുറ്റങ്ങൾ, ആരോട് ചെയ്തതാണെങ്കിലും ഏത് അളവിലുള്ളതാണെങ്കിലും എത്രമേൽ ആവർത്തിച്ച് ചെയ്തപ്പെട്ടതാണെങ്കിലും അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾക്കൊക്കെ ഇന്ന് പൊറുക്കണേ റഹ്മാൻ. നിന്റെ റഹ്മത്ത് വാരി വിതറുന്ന അറ്റമില്ലാത്ത നിന്റെ കാരുണ്യത്തിൽ നിന്ന് കണക്കില്ലാതെ വാരി വിതറുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങളെ നിന്റെ റഹ്മത്തിനെ തൊട്ട് തടയപ്പെടുക റഹ്മാനെ. നിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്തിന്റെ മതിൽക്കെട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് കുഴപ്പങ്ങൾ നിന്റെ റഹ്മത്ത് കിട്ടുന്നവരാകുന്നതിന് തടസ്സമായി ഞങ്ങളിലുണ്ട്. അതെല്ലാം നീക്കിത്തന്ന് നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ പൊതിയണം റഹ്മാനെ. നിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി നിന്റെ മഹത്തുക്കളായ ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ നൽകിയതൊക്കെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പും മറ്റ് സൽക്കർമ്മങ്ങളും
നീ സ്വീകരിക്കുന്ന അവസ്ഥയിൽ ആക്കിത്തരണം റഹ്മാനെ. റഹമുർ-റഹീമീന റബ്ബേ, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരും അല്ലാത്തവരുമായി ധാരാളം മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ പങ്കെടുക്കുന്നവരിലും പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. നമ്മൾ എണ്ണിപ്പറഞ്ഞവരിലുമുണ്ട്, നമ്മെ സഹായിച്ചവരിലുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്, മറ്റു മുഅ്മിനീങ്ങളുമുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ റഹ്മാനെ. മുഅ്മിനീങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിമാനവും വികസനവും വിജയവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. റഹമുർ-റഹീമീന റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും അകതാരിലുള്ള എന്തെല്ലാം ടെൻഷനുകളുണ്ടോ അതെല്ലാം നീ നീക്കിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ മുത്താലിമീങ്ങളിൽ പരിക്കേറ്റവർ, രോഗികൾ എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പ്രായമേറിയ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഈ സദസ്സ്, ഈ KMIC-യുടെ ഈ കൂട്ടായ്മ നീ സ്വീകരിക്കണം റഹ്മാനെ. സഹോദരന്മാരെ, ഇന്നലെ നാം പറഞ്ഞു വച്ചത് വിശുദ്ധ റമളാനിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി നാം എണ്ണിയിട്ടുള്ള തഖ്വയുടെ വിതരണം, അതിന് പറ്റിയ സീസൺ സമയമാണെന്നാണ് പറഞ്ഞിരുന്നത്. തഖ്വയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് എന്ന് നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു മനുഷ്യന്റെ എല്ലാ വിജയത്തിന്റെയും നിദാനം തഖ്വയാണ്. എല്ലാം എന്നതിന്റെ ഉള്ളിൽ ആഖിറം മാത്രമല്ല ദുനിയാവിന്റെ വിജയവും ഉൾപ്പെട്ടു എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ദുന്യവിയും ഉഖ്റവിയുമായ ഐഹികവും പാരിത്രികവുമായ ഒരു മനുഷ്യന്റെ സർവോന്മുഖ വിജയത്തിന്റെ നിദാനം തഖ്വയാണ് എന്നിരിക്കെ, ആ തഖ്വ സമ്പാദിക്കാൻ ഏതൊരു ബുദ്ധിയുള്ളവനും മത്സരിക്കേണ്ടതാണ് എന്ന സ്ഥിതിക്ക് തഖ്വ സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമെന്ന നിലക്ക് വിശുദ്ധ റമളാനിനെ പരിഗണിക്കേണ്ടതാണ് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ തഖ്വ എന്താണ്, എങ്ങനെ അത് നേടിയെടുക്കണം എന്ന വിഷയം പഠിക്കേണ്ടതുണ്ടായതുകൊണ്ട് തഖ്വയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണത്തിലൂടെയാണ് ഇന്നലെ നാം നീങ്ങിയിട്ടുള്ളത്. വിഷമം കരുതരുത്, ആ വിഷയത്തിന്റെ വിശദീകരണം വളരെ സംക്ഷിപ്തമായാണ് നാം നൽകുന്നത് എങ്കിലും അത് തീരാത്തതുകൊണ്ട് പാതി വഴിയിൽ ഡിസ്കണക്ട് ചെയ്ത് പോകേണ്ട ഒരു വിഷയമല്ലാത്തതുകൊണ്ടും ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയുള്ള തുടർച്ച തന്നെയാണ് ഇന്നും ഉദ്ദേശിക്കുന്നത്. തഖ്വയുടെ യാഥാർത്ഥ്യം ചെറിയ നിലക്ക് നാം തുറന്നു വച്ചപ്പോൾ മനുഷ്യന്റെ ശരീരങ്ങളെ അരുതായ്മകളിൽ നിന്ന്, അള്ളാഹു വിലക്കിയ വിഷയങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും അള്ളാഹു കണിശമായും ചെയ്തേ പറ്റൂ എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നവയെ ചെയ്യുകയും ചെയ്യുക എന്നതാണ് തഖ്വ എന്ന് ഇന്നലെ നാം മനസ്സിലാക്കി. ശരീരം വന്നാൽ ഒരുപാട് അവയവങ്ങളുടെ സംക്ഷിപ്തമാകയാൽ കണ്ണ്, ചെവി, നാവ് തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ശരീരങ്ങളുടെ അവയവങ്ങളുടെ സമാഹാരമാണ് ശരീരം എന്നുള്ള നിലക്ക് ഓരോ അവയവത്തെയും കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചാൽ തഖ്വ പൂർത്തിയായി എന്നാണ് നാം പറഞ്ഞത്. അപ്പോൾ കണ്ണിനെ അള്ളാഹു വിലക്കിയവയെ തൊട്ട് സംരക്ഷിക്കണം, തടഞ്ഞു നിർത്തണം.
നാവിനെ തടഞ്ഞു നിർത്തണം, ചെവിയെ തടഞ്ഞു നിർത്തണം, ലൈംഗികാവയവങ്ങളെ തടഞ്ഞു നിർത്തണം. ഇവകളുടെ എല്ലാം രാജാവായ ഹൃദയത്തെയും അള്ളാഹു വിലക്കിയ വിഷയങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുമ്പോൾ തഖ്വ പൂർത്തിയായി എന്നാണ് നാം പറഞ്ഞത്. പക്ഷേ അവയവങ്ങളുടെ സംരക്ഷണം ബാഹ്യമായ സംരക്ഷണമായിരുന്നെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ പോലുള്ള ആതുരാലയങ്ങളിൽ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഈ സംരക്ഷണം ആത്മീയമാകയാൽ ആത്മീയ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നതാണ് നാം അംഗീകരിക്കേണ്ടത് എന്ന സ്ഥിതിക്ക് പ്രവാചകന്മാരുടെ റോളിൽ പ്രവർത്തിക്കുന്ന അവരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ആ പണ്ഡിത ശൃംഖലയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മാതൃകയായും ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയാർജിച്ചതുമായ ഒരു മഹാ ആത്മീയ ഡോക്ടറായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവയവങ്ങളുടെ ആത്മീയമായ സംരക്ഷണത്തിന് ഇൽമും അമലും അഥവാ അറിവും അറിവിനൊത്ത കർമ്മവും കൂടിച്ചേരുമ്പോഴാണ് അത് പൂർത്തിയാവുക എന്ന് വിശദീകരിച്ചുകൊണ്ട് കണ്ണ് എന്ന അവയവത്തിനെ നാം ഇന്നലെ ചർച്ചക്കിട്ടു. അപ്പൊ കണ്ണിനെക്കുറിച്ച് കണ്ണിന്റെ സംരക്ഷണത്തിനാവശ്യമായി ബഹുമാനപ്പെട്ടവർ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുഹദീസിൽ നിന്നും ആവശ്യമായ മരുന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തത്വോപദേശം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കണ്ണ് എന്ന് പറയുന്ന അവയവം അത് സംരക്ഷിക്കാൻ 3 അടിസ്ഥാനങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിനക്കത് മതി എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഞാനടക്കമുള്ള നമ്മിൽ പലർക്കും പലപ്പോഴും സാധിക്കാതെ പോകുന്ന വളരെ പ്രയാസകരമായി തോന്നുന്ന ഒരു വിഷയമാണ് കണ്ണിന്റെ സംരക്ഷണം, കണ്ണിന്റെ തഖ്വ. അത് പക്ഷേ സാധിക്കുമെന്ന് കട്ടായമായി പറയുന്നു ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ 3 അടിസ്ഥാനങ്ങളാണ് അതിന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 3 അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചു തന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഹാദിഹിൽ ഉസൂലു സലാസതു ഇദാ അഹ്സൻത തഅമ്മുല ഫിഹാ കഫത്കൽ മഊനത ഫി ഹാദൽ ഫസ്ൽ. ഈ 3 അടിസ്ഥാനങ്ങളിൽ നീ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ, വേണമെന്ന് വെച്ചിട്ട് ചിന്തിക്കുക, അതാണ് ആത്മാർത്ഥമായ ചിന്ത. ഇദാ അഹ്സൻത തഅമ്മുല ഫിഹാ, ഈ 3 അടിസ്ഥാനങ്ങളിൽ നീ നേരായ വണ്ണം ആത്മാർത്ഥമായി ചിന്തിച്ചാൽ നിനക്ക് ഈ വിഷയത്തിൽ ഇത് തന്നെ ധാരാളം മതി എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. വേറെ മരുന്ന് കഴിക്കണ്ട, ഇത് തന്നെ മതി എന്നാ. അതിൽ ഒരു അടിസ്ഥാനം ഇന്നലെ നാം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകമായ സൂക്തം, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. സൂറത്ത് നൂറിലെ 30-ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞു. ആ ആയത്തിൽ ഒരു പ്രത്യേകം
ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അതിന്റെ ശേഷം ഒരു വാണിംഗ് നടത്തുന്നുണ്ട്. ഇനി ഇയാൾ ഏത് കാലത്ത് ജീവിക്കേണ്ട ആളാണെന്ന് തിരിച്ചിങ്ങോട്ട് ചോദിക്കേണ്ട. ഞാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. പക്ഷെ മൊബൈൽ ഫോണിൽ അരുതുന്നതും അരുതാത്തതുമുണ്ട്. നമ്മളുടെ വിഷയം അരുതായ്മകളുടെ പിന്നിൽ ഓടുന്ന കൊച്ചുമക്കളുടെ വിഷയമാണ്. കൊച്ചുമക്കൾക്കൊന്നും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത്. അത് ഡോക്ടർമാർ പറയും ശാരീരികമായ കുഴപ്പത്തിന്റെ പേരില്ല. അങ്ങനെയല്ല നമ്മൾ പറയും. സുബ്ഹാനല്ലാഹ്, അവന് ആത്മീയമായ ഒരു മധുരം അല്ലാഹു സമ്മാനിക്കും. ഇന്നൊരു മരീചികയാകുന്ന ഒരു വിഷയമാണ് ആത്മീയമായ മധുരം എന്നത്. മധുരണ്ട്, പഞ്ചസാരന്റെ മധുരം, പക്ഷെ ആത്മീയമായ മധുരമില്ല. നിസ്കരിച്ചിട്ട് മധുരം തോന്നുന്നില്ല, ദിക്റിലിട്ട് മധുരം തോന്നുന്നില്ല. ദിക്റ് ചൊല്ലിയ മധുരം ഉണ്ടാകണമെങ്കിൽ ഭൗതികം ഉള്ളിൽ കൊടുക്കണം. അപ്പം മധുരം പോയ പോക്ക് വേറെ വഴിയിലൂടെയാണ്. അതുപോലെ എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. ശാപ്പാടിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പരിപാടികളൊക്കെ വിജയിക്കുന്നൊരു കാലഘട്ടമാണിത്. എന്താ കാരണം? എല്ലാം ഈ ആത്മീയമായ മധുരങ്ങളിൽ നിന്ന് മനുഷ്യൻ പുറകോട്ടടിച്ചു പോയി. ഒരു കാലത്ത് ആത്മീയ വിഷയങ്ങൾക്ക് വല്ലാത്ത മധുരമുണ്ടായിരുന്നു. നിസ്കാരങ്ങൾക്ക് മധുരമുള്ള കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാ ആരാധനകൾക്കും അല്ലാഹു തആല വലിയ മധുരം വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ മധുരം അനുഭവിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന പ്രവണതകളാണ് മനുഷ്യന്റെ അവയവങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കേണ്ടത്. എന്താണ് നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ സാരം? ഇന്നൻ നദറ ഇലാ മഹാസിനിൽ മർഅതി, ഒരു പെണ്ണിന്റെ അഴകുകളിലേക്ക് നോക്കുക എന്ന് പറയുന്നത്, ദർശിക്കുക എന്ന് പറയുന്നത് ദർശനങ്ങളുടെ ഏറ്റവും വലിയ ദർശനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പിടുത്തം കിട്ടാത്തൊരു വിഷയമാണ് ചെറുപ്പക്കാരികളെ ദർശിക്കുക എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഹറാമായ ദർശനം വെറും പെണ്ണുങ്ങളെ നോക്കൽ മാത്രമല്ല, സർവസാധാരണമായും വളരെ കൂടുതലായും ദർശനത്തിന്റെ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാകുന്ന ദർശനം അത് സ്ത്രീകളെ ദർശിക്കുക എന്ന വിഷയമായതുകൊണ്ടാണ് അത് പ്രത്യേകമായി ഈ ഹദീസിൽ എടുത്തു പറഞ്ഞത്. എന്നാൽ പെണ്ണ് എന്ന് പ്രത്യേകം പറയാതെ വേറെ ചില റിപ്പോർട്ടിൽ അങ്ങനെയും വന്നിട്ടുണ്ട്. അന്നദറത്തു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്, ദർശനം എന്ന് പറയുന്നത് അവിടെ പെണ്ണ് എന്ന് പറഞ്ഞിട്ടില്ല, പ്രയോഗിച്ചിട്ടില്ല. ദർശനം എന്ന് പറയുന്നത് പിശാചിന്റെ വശത്തിലൂട്ടപ്പെട്ട അമ്പുകളിൽ നിന്നുള്ള ഒരു അമ്പാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം ഈ ഓതിക്കൊണ്ടിരിക്കുന്നതും ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനുഷ്യ സൃഷ്ടിയായ കലാമുകളല്ല. എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം മനുഷ്യ സൃഷ്ടിയല്ല. ഈ സന്ദേശം, ഈ മെസ്സേജ് നൽകുന്നത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നൽകുന്ന മെസ്സേജല്ല, ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന മെസ്സേജല്ല. അതിലെല്ലാം കുറവുകൾ ഉണ്ടാകും. ഭരണകർത്താക്കളിൽ ഭരണഘടനകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ മാറ്റത്തിന് വിധേയമല്ലാത്ത
അള്ളാഹുവിന്റെ സന്ദേശമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതരാണല്ലോ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ദൂതരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന സന്ദേശം അത് അള്ളാഹുവിന്റെ സന്ദേശമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹറാമായ ദർശനം അത് പിശാചിന്റെ ഒരു വിഷത്തിലൂട്ടപ്പെട്ട അമ്പാണ് എന്നത് ഇലാഹിയായ മെസ്സേജാണ്. അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്ന മെസ്സേജാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വാക്കായി പറഞ്ഞു എന്ന് മാത്രം, നബി തങ്ങളുടെ വകയായി പറയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്ഥിതിക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നൊരു സത്യമാണ്. പിശാചിന്റെ വിഷത്തിലൂട്ടപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് ദർശനം. ഇൻഷാ അല്ലാഹ് അത് മൊത്തത്തിൽ പിശാചിന്റെ അമ്പുകളെ കുറിച്ചുള്ള ചെറിയ പഠനം നമുക്ക് സൗകര്യപ്പെട്ടാൽ നടത്തണം. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും പിശാച് എങ്ങനെയാണ് മനുഷ്യനെ വശത്താക്കുന്നത്. പിശാചിന്റെ വശത്തിലൂട്ടപ്പെട്ട കുറെ അമ്പുകൾ അവന്റെ കൈവശമുണ്ട്. അമ്പ് എന്തിനാ ഉപയോഗിക്കാറുള്ളത്? ഒരു വേട്ടമൃഗത്തെ എയ്തു വീഴ്ത്താനാണല്ലോ അമ്പ്, അല്ലേ? മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി ഇരിപ്പുണ്ട്, പക്ഷിയെ കിട്ടാനൊരു വകുപ്പില്ല. കാരണം നമ്മളങ്ങോട്ട് കയറുമ്പോഴേക്ക് പക്ഷി പറന്നുപോകും. പക്ഷേ വേട്ടയാളൻ അതിനെ തന്ത്രപൂർവ്വം വശത്താക്കി പിടിക്കുന്നത് നമുക്ക് കാണാം, അല്ലെങ്കിൽ നാം കേട്ടുപരിചയമുണ്ട്, നമുക്ക് അനുഭവമുണ്ട്, അല്ലേ? അത് ഒരു അമ്പെടുത്ത് അതിനെ എയ്യുന്നു, അത് താഴെ വീഴുന്നു. നോക്കൂ നിങ്ങള്, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പക്ഷിയെ വേട്ടയാടന്റെ ചട്ടിയിലാക്കിയത് എന്താണ്? ആ വേട്ടയാടന്റെ കയ്യിലുള്ള അമ്പാണെങ്കിൽ. ഇതുപോലെ പള്ളിയിലിരിക്കുന്ന മനുഷ്യനാണെങ്കിലും പുരയിലിരിക്കുന്ന മനുഷ്യനാണെങ്കിലും വേട്ടയാളനാകുന്ന പിശാച് വന്നിട്ട് അമ്പ് എയ്യുമ്പോൾ ആ അമ്പിൽ പെട്ടുകൊണ്ട് മനുഷ്യൻ അമ്പിൽ കുടുങ്ങിക്കൊണ്ട് പിശാചിന്റെ ചട്ടിയിലേക്ക് മനുഷ്യൻ വീണുപോകുന്നു. അതിന് പിശാചിന്റെ കയ്യിൽ അമ്പ് വേണം. അമ്പ് കൊടുക്കേണ്ടതും ആരാണ്? ഇവിടെ അതാണ് അത്ഭുതം. ഈ അമ്പ് സൗകര്യം ചെയ്തു കൊടുത്തത് സത്യത്തിൽ വേട്ടമൃഗമായി ഇബ്ലീസിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യമക്കൾ തന്നെയാണ്. അഥവാ മനുഷ്യൻ ചെയ്യുന്ന നോട്ടമാണ്. ഈ നോട്ടം പിശാചിന്റെ തന്ത്രമാണ്, അവന്റെ അമ്പാണ്. പഠിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവിന്റെ ഹബീബാണ്, അഥവാ അല്ലാഹുവിന്റെ മെസ്സേജാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഫമൻ തറക്കഹാ, അതുകൊണ്ട് ആ നോട്ടത്തെ ഒരാൾ കൈവെടിഞ്ഞാൽ, ആ നോട്ടം വേണ്ടെന്ന് വെച്ചാൽ. ഒരു ഹദീസിൽ കാണാം നോട്ടം വേണ്ടെന്ന് വെക്കുന്നിടത്തൊരു ഡിമാൻഡുണ്ട്. എന്താണ് ആ ഡിമാൻഡ്? ഉസ്താദ് കാണുന്നുണ്ട്, നോക്കണ്ട, ആ നിലക്കാകാൻ പാടില്ല. കമ്മിറ്റിക്കാർ കാണുന്നുണ്ട്, ഇപ്പൊ നോക്കണ്ട, ആ നിലക്കാകാൻ പാടില്ല. ഭാര്യ കാണും, നോക്കണ്ട, ആ നിലക്കാകാൻ പാടില്ല. പിന്നെയോ ഖൗഫം മിനല്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നോട്ടം ഉപേക്ഷിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, റസൂലുള്ളാഹി പറയുന്നു, അങ്ങനെ ഒരാള് ഒരു ഹറാമായ നോട്ടത്തിന് ചാൻസ് കിട്ടിയിട്ട്, ഒരു ഹറാമായ സൗന്ദര്യം കാണാൻ ചാൻസ് കിട്ടിയിട്ട്, ഒരു ഹറാമായ ഔറത്ത് കാണാൻ ചാൻസ് കിട്ടിയിട്ട് അങ്ങോട്ട് നോക്കാതെ എന്തുകൊണ്ട് നോക്കിയില്ല? എന്റെ യജമാനൻ അത് അറിയുമല്ലോ, പരലോകത്ത് ഞാൻ കുടുങ്ങുമല്ലോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ നോട്ടത്തിനെ നിയന്ത്രിച്ചാൽ, അവൻ കണ്ണിനെ പിൻവലിച്ചാൽ അവന് കൊടുക്കുന്ന ഓഫർ എന്താണ്? അദാഖഹുല്ലാഹു തഅമ ഇബാദത്തിൻ തസുറുഹു, അവന്റെ മനസ്സിനെ ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ പറ്റുന്ന മധുരതരമായ ആരാധനയുടെ മാധുര്യം അവനെ അള്ളാഹു രുചിപ്പിക്കും. ആരാധനയുടെ മധുരം അവനെ അള്ളാഹു രുചിപ്പിക്കും എന്നാ പറയുന്നത്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇമാം ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ്, വഇൻ വജദ അന്ന ഹലാവത്തൽ ഇബാദത്തി വലദ്ദത്തൽ മുനാജാത്തി മിനൽ ആബിദീന ബിമക്കാനിൻ സുബ്ഹാനല്ലാഹ് വഹാദാ ശൈഉൻ മുജറബുൻ അലിമഹു വതഹഖഖഹു മൻ അമില ബി. ബഹുമാനപ്പെട്ടവര് പറയാണ്, ഇത് പ്രാക്ടിക്കലായി പരിശോധിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇതൊന്നും
ഇതൊന്നും വെറുതെ പുറംപോക്ക് പറയുകയല്ല, ഒരു നേരം പോക്കായി പറയുകയല്ല. ഇതെല്ലാം പരിശോധിച്ചറിഞ്ഞു കിട്ടിയ യാഥാർത്ഥ്യമാണ്. അറിയേണ്ടവർ ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മനസ്സിലായിട്ടുണ്ട്. ഇത് വെറും ഒരു പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല. ഇത് പ്രാക്ടിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, അത് പ്രാക്ടിക്കലായി പരിശോധിച്ചറിഞ്ഞ കാര്യമാണ്. കണ്ടോ? അന്നഹു ഇദം തനാഅനി നദരി ഇലാ മാ ലാ യഅനി യജിദു ലദ്ദത്തൻ ലിൽ ഇബാദത്തി വ ഹലാവ. അവൻ ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് കണ്ണിനെ പിൻവലിച്ചാൽ ആരാധനയ്ക്ക് മധുരമുണ്ടാകും. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധ റമളാനല്ലേ, 5 ദിവസമായില്ലേ, ഇനി ഏറിക്കഴിഞ്ഞാൽ 25 ദിവസമല്ലേ. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിന്റെ യാഥാർത്ഥ്യം പുലരുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാമല്ലോ. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ആരാധനയുടെ മധുരം കിട്ടാത്തതിന്റെ പേരിൽ എത്ര പേരാണ് ആരാധനകളിൽ നിന്ന് പിൻവലിയാൻ ശ്രമിക്കുന്നത്? അല്ലേ? ആരാധനയുടെ മധുരം കിട്ടാത്തതിന്റെ പേരിൽ എത്ര ആളുകളാണ് ഇതിൽ നിന്ന് പിൻവലിയാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ കാണുന്നില്ലേ? ആരാധനയോട് താല്പര്യം വരുന്നില്ല. എന്തുകൊണ്ട്? മധുരമറിയുന്നില്ല. നമുക്ക് ലഡുവും ജിലേബിയും തിന്നാൻ ഇതുപോലെ ഒരു വയൽ കെട്ടേണ്ട ആവശ്യമില്ല. അല്ലേ? റമളാൻ 30 ദിവസം എല്ലായിടത്തും വയലാണ്. മസ്അല വയൽ മാത്ര അല്ല, ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്ന വയലുകളാണ്. നോക്കി നിങ്ങള്, ബേക്കറി പലഹാരം കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഉസ്താദന്മാർ എഴുന്നേറ്റ് വയല് പറയേണ്ടി വരുമോ? സാധാരണ ഒരു കാലഘട്ടത്തിനും സംഭവിക്കാറില്ല. അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും കൂടി വിളിച്ചു വരുത്തി, സഹോദരന്മാരെ ദയവ് ചെയ്തിട്ട് കണ്ടില്ലേ ഇരിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാവരും കഴിക്കണം കേട്ടോ, കുറേശ്ശെ നിങ്ങൾക്കിത് കഴിച്ചാൽ ഇന്നാലിന്ന നേട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വയല് പറയണോ? വയല് പറയണ്ട. എന്താ കാരണം? അതിനോട് മധുരമുണ്ട്, പക്ഷെ ആരാധനകളോട് പലപ്പോഴും മധുരമില്ല. അതുകൊണ്ട് ഉസ്താദന്മാര് ശക്തമായി വയല് പറയേണ്ടി വരികയാണ്, അല്ലേ? എന്നാൽ ഇങ്ങനെ വയല് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം അല്ലാഹുവിന്റെ ആരാധനകളോട് മനുഷ്യന് മധുരമുണ്ടാകും. പക്ഷേ അവൻ ചെയ്യേണ്ട പണി എന്താണ്? ഹറാമായ നോട്ടത്തിന് ചാൻസ് കിട്ടണം. എന്നിട്ടോ അല്ലാഹുവിന്റെ കോടതിയെ ഭയപ്പെടണം. എന്നിട്ടോ അതിന്റെ പേരിൽ അവന്റെ കണ്ണിനെ പിൻവലിക്കണം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലേ? അല്ല, എന്താണ്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്തു റഹ്മാനിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. യജമാനനായ റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ട കക്ഷികൾക്ക് 2 സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പലരും അതിനർത്ഥം കൊടുത്തു, അല്ലേ? ഈഖാദുൽ ഹിമം നോക്കിയാൽ കാണാൻ കഴിയും, ഇർഷാദുൽ യാഫ്രി നോക്കിയാൽ കാണാൻ കഴിയും. പല ഗ്രന്ഥങ്ങളിലും ആ 2 സ്വർഗമേതാണ് എന്ന് ചർച്ച ചെയ്ത് ചെറുത്ത് പറഞ്ഞു. ഒരു സ്വർഗം അത് ദുനിയാവിൽ കൊടുക്കുന്ന സ്വർഗമാണ്. എന്നിട്ട് മഹാന്മാര് പറഞ്ഞു, ആ സ്വർഗം കിട്ടിയാൽ പിന്നീട് ആഖിറത്തിന്റെ സ്വർഗത്തിന് വരെ അവന് താല്പര്യമുണ്ടാവുകയില്ല. അത് ഏതാണ് ദുനിയാവിൽ കിട്ടുന്ന സ്വർഗം? അത് അല്ലാഹു തആലയെ കുറിച്ച് ആത്മജ്ഞാനമുണ്ടാകലോടുകൂടെ മധുരമായി അല്ലാഹുവോട് മുനാജാത്ത് നടത്തുക. അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സുജൂദിൽ വീണിട്ട് ആ മഹബൂബായ അല്ലാഹുവിനോട് ഇങ്ങനെ കുറച്ചിങ്ങനെ സംസാരിക്കുമ്പം മുനാജാത്ത് ചെയ്യുമ്പോണ്ടാകുന്ന മധുരം, അതൊരു സ്വർഗമാണ്. ആ സ്വർഗത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് മഹാന്മാര് പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് ഫലറകഅതും മിൻ ആരിഫിൻ ഹിയ അഫ്ളലു മിന്നൽ ഫിഹാമിൻ ആലിമിൻ ഫതഖബ്ബലാ. ആത്മജ്ഞാനികൾക്ക് കിട്ടിയ മധുരം അതാണ്. ആത്മജ്ഞാനിയായ മനുഷ്യന്റെ 1 റക്അത്ത് നിസ്കാരം
അത് 1000 റക്അത്തുകളെ മറ്റുള്ളവർ നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം അവൻ നിസ്കരിക്കുന്ന നിസ്കാരം അത്രയും മധുരമുള്ള നിസ്കാരമാണ്. യാ ഹബീബൽ ഖുലൂബി അൻതൽ ഹബീബു അൻത ഉൻസി വഅൻത മിന്നി ഖരീബു. ആ മുനാജാത്ത് ചെയ്യാൻ വേണ്ടി വീണുകിടക്കുന്ന സുജൂദിൽ വീണുകിടക്കുന്നത് ഏത് പ്രിയതമന്റെ മുമ്പിലാണെന്നറിയാമോ? ഏത് പ്രേമബിന്ദുവിന്റെ മുമ്പിലാണെന്നറിയാമോ? യാ ഹബീബൽ ഖുലൂബ്, ഹൃദയത്തിന്റെ പ്രിയതമാ, ഹൃദയങ്ങളുടെ പ്രിയങ്കരമേ, ഹൃദയങ്ങളുടെ പ്രേമബിന്ദുവേ, അന്തൽ ഹബീബു, നീയാണ് എന്റെ പ്രിയതമൻ. വഴിയെ കാണുന്ന സൗന്ദര്യങ്ങൾക്ക് പിന്നിൽ പോകാൻ ഞാൻ എന്ത് പിരാന്തനാണോ? നീ വിലക്കിയതിന്റെ പിറകിൽ എന്റെ കണ്ണിനെ നിയന്ത്രണമില്ലാതെ പിന്നിൽ തുടർത്തു വിടാൻ മാത്രം ഞാനെന്തോ മാനസിക രോഗിയാണോ? നീയാണ് എന്റെ ഹബീബ്, നീയാണ് എന്റെ പ്രിയതമൻ, എന്റെ പ്രിയങ്കരൻ. അന്ത ഉൻസീ, വഴിയിൽ കാണുന്ന സൗന്ദര്യവതിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് കമാൻഡ് അടിക്കാൻ തോന്നിപ്പോയല്ലേ? ഒരിക്കലുമില്ല. നീ എന്റെ ഉൻസാണ് അല്ലാഹ്, നീ എന്റെ ഹോബിയാണ്, നീ എന്റെ ഹോബിയാണ്. വഅൻത മിന്നീ ഖരീബ്, നീ ഞാനുമായി അത്രയും അടുത്തു നിൽക്കുന്നു. ഇതേ ഗീതം നമ്മുടെ ചെറുപ്പക്കാര് അവരുടെ ഗേൾസ് ഫ്രണ്ടിനെ കൊണ്ടും അവരുടെ മൊബൈൽ ഫോണിലുള്ളവരെ കൊണ്ടൊക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. പക്ഷെ ഇത് ആ പാട്ടല്ലോ. ഇത് യജമാനനായ അള്ളാഹുവിനെ പ്രേമിക്കുന്ന അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പാടിയ പാട്ടാണ്. യാ ഹബീബൽ ഖുലൂബ്, ഏ ഹൃദയത്തിന്റെ പ്രിയതമാ, അന്തൽ ഹബീബ്, നീയാണ് എന്റെ ഹൃദയത്തിന്റെ പ്രേമബിന്ദു. അന്ത ഉൻസീ, നീ എന്റെ ഹോബിയാണ്, എന്റെ വിനോദമാണ്. എനിക്കൊരു വെറി ഉണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എനിക്കൊരു ടെൻഷൻ വന്നാൽ ഞാൻ ചെയ്യാറുള്ള പണി എന്താണ്? വേഗം 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാനങ്ങ് എഴുന്നേൽക്കും, സുജൂദിലങ്ങ് വീഴും. അത് മധുരമാണ്. യജമാനനോട് പറഞ്ഞാൽ, താൻ മനസ്സുകൊണ്ട് പ്രണയിക്കുന്ന പ്രേമസഖിയോട് പറഞ്ഞാൽ എല്ലാ വിഷമങ്ങളും തീർന്നു പോകുന്ന ഭർത്താക്കളെ കുറിച്ച് നമുക്ക് കേൾക്കാറുണ്ട്. ഭാര്യമാർക്ക് തങ്ങളുടെ മനസ്സിൽ അലട്ടലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ വിദേശത്തുള്ള ഭർത്താവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു തീർക്കുന്ന പ്രതീതികൾ നമുക്ക് അറിയാറുണ്ട്, കേൾക്കാറുണ്ട്, അല്ലേ? ഇതേ പ്രകാരം യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് യജമാനനായ റബ്ബിന്റെ പ്രേമികളായ ആളുകൾ വീഴുന്നു. റബ്ബിനോട് പറയുന്നു, മുനാജാത്ത് നടത്തുന്നു, സങ്കടം പറയുന്നു, സങ്കടം ബോധിപ്പിക്കുന്നു. അതോടുകൂടെ പ്രശ്നം പരിഹാരമാകുന്നു. എന്താ കാരണം? ആ മുനാജാത്തിന് രസമുണ്ട്. അന്ത ഉൻസീ വഅന്ത മിന്നീ ഖരീബ്, നീ എന്റെ ഹോബിയാണ്. ഈ ഒരു ഹോബി എന്തുകൊണ്ട് സഹോദരന്മാരെ ഈ വർത്തമാന കാലത്ത് നമുക്ക് കിട്ടുന്നില്ല? അത് പോകുന്ന വഴി നമ്മൾ പഠിച്ചില്ലേ? ഹറാമ് കണ്ടിട്ടാ നിസ്കരിക്കാൻ കയറാൻ വരുന്നത്. പള്ളിയിലേക്ക് വരുമ്പം തന്നെ ഹറാമ് കണ്ടുകൊണ്ടാ വരുന്നത്, അല്ലേ? പള്ളിയിൽ വന്ന് ഇരുന്നാലും ചിലപ്പോൾ സൗന്ദര്യബാലന്മാരെയോ മറ്റോ കാണുമ്പോൾ അവിടേക്ക് കണ്ണുകൊണ്ട് കട്ടുനോക്കിയിട്ടും മറ്റുമൊക്കെ ഹറാമ് ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് ലഭ്യമാകും? അപ്പൊ കണ്ണിന്റെ കൺട്രോളിനെ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ ഒരു അടിസ്ഥാനം അതാണ്. രണ്ടാമത്തെ അടിസ്ഥാനം ആരാധനകൾക്ക് ടേസ്റ്റ് കിട്ടാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പരീക്ഷിച്ചറിയാൻ ഒരു വലിയ വസ്തുതയാണ് ഇത്. നമുക്ക് ചിലപ്പോൾ ഹറാമായ ചാൻസുകൾ വരുന്നതിന് പേടിയാണ്. അതങ്ങനെ തന്നെ വേണ്ടത്, പേടിക്കണം. പ്രത്യേകിച്ച് റമദാനിലൊക്കെ പേടിക്കണം.
പക്ഷേ ഹറാമുകൾക്ക് ചാൻസ് ഉണ്ടായാൽ അവിടെ ഭാഗ്യം കൊയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതെങ്ങനെയാണെന്ന് അതാണ് ഞാൻ പറയുന്നത്. ഹറാമിന് ചാൻസ് കിട്ടണം. ഹറാമിനെ തൊട്ട് പേടിച്ച് ഓടിയിട്ട് ഹറാമിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊരു തഖ്വയാണ്. പക്ഷേ ഹറാമിന്റെ സാഹചര്യങ്ങൾക്കിടയിൽ ജീവിക്കാൻ വകുപ്പുണ്ടായിട്ടും ആ ഹറാമുകളിലേക്ക് പ്രവേശിക്കാതെ ശരീരത്തെ കടിഞ്ഞാണിടുന്ന മനുഷ്യനാണ് ഭാഗ്യശാലി. അതാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നോക്ക് നിങ്ങള്, പള്ളിയിലിരിക്കുന്ന മുത്താലിമും പള്ളിയിലിരിക്കുന്ന ആലിമും അയാൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ തഖ്വ വേണമെന്ന് വിചാരിച്ചാൽ പുറത്തിറങ്ങിപ്പോകുന്ന സാധാരണക്കാരന് കിട്ടും. പുറത്തിറങ്ങിപ്പോകുന്ന സാധാരണക്കാരൻ ഒരുപാട് ഹറാമുകൾ കാണാനും ഒരുപാട് ഹറാമുകൾ കേൾക്കാനും ഒരുപാട് ഹറാമുകൾ ചെയ്യാനും ഒരുപാട് ഹറാമുകൾ പറയാനുമെല്ലാം ചാൻസ് ഉള്ള അന്തരീക്ഷത്തിലാണ്. അവൻ കലാലയത്തിലേക്ക് പോകുമ്പോൾ, അവൻ തൊഴിൽ മേഖലകളിലേക്ക് പോകുമ്പോൾ, അവൻ ബിസിനസ്സിന് പോകുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പല ഘട്ടങ്ങളിലേക്ക് സാധാരണക്കാരനായ ആളുകൾ നടന്നു നീങ്ങുമ്പോൾ തന്നെ നേരിടുന്നത് മുഴുവനും ഹറാമുകളാണ്. ഹറാമ് കാണേണ്ടി വരികയാണ്. ആ സമയത്ത് അവൻ ശരീരത്തെ ഹറാമിൽ നിന്ന് പിൻവലിപ്പിച്ച് പരിശീലിപ്പിക്കുന്നു. ഇത് ഏറ്റവും വലിയ തഖ്വയാണ്. അവിടെയാണ് അവൻ അഅ്ബുദന്നാസാകുന്നത്, ഏറ്റവും വലിയ ആരാധകൻ ആയിത്തീരുന്നത്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ കേട്ടോ. ഇതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, കാട്ടിൽ പോയിരിക്കുന്ന വലിയാണോ നാട്ടിൽ താമസിക്കുന്ന വലിയാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യവാൻ? നാട്ടിൽ താമസിച്ച് കുരുത്തക്കേടുന്ന ആളെക്കുറിച്ചല്ല പറയുന്നത്. കാട്ടിലേക്ക് പോയി ഓനെക്കുറിച്ച് ഭീരു എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ഭീരുവാണെന്ന്, പേടിത്തൊണ്ടനാണ്. കാരണം എന്താണ്? ഒരു സിംഹം മുന്നിൽ വന്നാൽ സിംഹത്തിനോട് പോരാടാൻ കഴിയണം. അവൻ ധൈര്യവാനാണ്. സിംഹം വരുന്ന് പേടിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ വാതിലടച്ച് പൂട്ടിയിരിക്കുന്നവൻ ഭീരു എന്നാ പറയാ. ഭീരുവാണ് അല്ലേ? സിംഹം എന്നുള്ളതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. സിംഹത്തിന്റെ മുന്നിൽ ചാടി വീണിട്ടും സിംഹത്തിന്റെ കടിയേൽക്കാതെ സിംഹത്തിനോട് ചേർത്ത് നിൽക്കാൻ കഴിവുള്ളവൻ അവൻ ധൈര്യശാലിയാണ്. ഇതേ പ്രകാരം മനുഷ്യൻ ധൈര്യശാലിയാകും. ഏത് ഹറാമ് തന്നെ തേടി വന്നാലും എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമാണ് ആ പോകുന്നത് എങ്കിൽ പോലും അതിലേക്ക് നോക്കാതെ ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവൻ, അങ്ങനെ സാധാരണക്കാർക്കിടയിൽ ജീവിച്ചിട്ടും ഹറാമുകൾക്ക് സാഹചര്യമുണ്ടായിട്ടും ആ സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് ഓടിയകന്ന് സാഹചര്യമേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കാട്ടിൽ പോയിരിക്കുക, അതൊരു തഖ്വയാണ്. എന്നാൽ സാഹചര്യമുണ്ടായാലും ഞാൻ തഖ്വ കൊണ്ട് നേരിടും എന്ന നിലയ്ക്ക് തഖ്വ സംഭരണത്തിലും ഈമാൻ വാങ്ങിക്കൂട്ടുന്നതിനും ശക്തമായ പ്രവർത്തനം പ്രവർത്തിച്ചിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ഹറാമുകളേതിനെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിവുള്ളവനാണ് ശരിയായ ധൈര്യശാലി. ഇതാണ് ബഹുമാനപ്പെട്ട അമ്പിയാക്കളുടെ ശൈലി. ഇതാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ശൈലി. സ്വഹാബത്ത് കല്യാണം കഴിച്ചു. എന്നാൽ കല്യാണം കഴിക്കാത്ത ധാരാളം ആളുകളുണ്ട്. കല്യാണം കഴിച്ചാൽ ഭാര്യയുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾക്ക് സാഹചര്യമുണ്ടാകും. ആ സാഹചര്യം വേണ്ട എന്ന നിലയ്ക്ക് കല്യാണം ഉപേക്ഷിച്ചവർ ധാരാളമുണ്ട്. അവർ കല്യാണം കഴിക്കാതെ വൈകാരികമായി വല്ലതിലേക്കും വീണുപോകുമോ എന്ന് പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. എന്നാൽ സ്വഹാബത്ത് കല്യാണം കഴിച്ചു. സ്വഹാബത്തിന്റെ ഭാര്യമാരുണ്ടായി, സ്വഹാബത്തിന് കുട്ടികളുണ്ടായി. തെറ്റുകൾക്ക് സാഹചര്യം ധാരാളമുണ്ട്. പക്ഷേ ഉലൈക الذين امتحن الله قلوبهم للتقوى. സാഹചര്യം തെറ്റുകൾക്കുണ്ടായിക്കോട്ടെ, തെറ്റ് ചെയ്യൂല, ഞാൻ മുത്തഖിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന മർത്തബയിലേക്ക് അവരുടെ ഹൃദയത്തെ അവർ പരിപാലിച്ചു കൊണ്ടുവന്നു. ഇതാണ് സ്വഹാബത്തിന്റെ വിജയം അല്ലേ? ആ ഒരു പരിപാലനത്തിനാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഖൗഫൻ മിനല്ലാഹ്, ഖൗഫൻ മിനല്ലാഹ്. കാരണം ശരീരം എന്ന് പറഞ്ഞ സാധനം ആള് അറുവഷണം സാധന.
ശരീരം എന്ന് പറഞ്ഞാൽ 6 വഷളം സാധന, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇന്ന നഫ്സല അമ്മാറ മൂപ്പര് ഏത് പെൺകുട്ടിയും കാണാനില്ലാതെ പിന്നെ ഓടുക, കാണേണ്ടതിന്റെ പിന്നിൽ ഓടാൻ ശരീരം സമ്മതിക്കത്തില്ല, കാണാൻ പാടില്ലാത്തതിന്റെ പിന്നിൽ ഓടാൻ ശരീരം മത്സരിക്കും. ഇത് ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ആ സമയത്ത് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ആ സൗന്ദര്യത്തിന്റെ പിന്നിൽ ഓടുന്ന ശരീരത്തെ തടയാൻ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ കോടതി വരാനുണ്ടെന്ന പേടി അവന്റെ മനസ്സിൽ അവൻ നിറച്ചു വെക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അവിടെയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ ആലിമീങ്ങൾ വിജയിച്ചത് കേട്ടോ. അവിടെയാണ് ആലിമീങ്ങൾ വിജയിച്ചത്. ശരീരത്തെ തളച്ചിടണമെങ്കിൽ ശരീരത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനാ പറയുന്നത്. നമ്മളല്ല, ശരീരമാകുന്ന ഈ ഉപഭോഗ വസ്തുവിനെ, ശരീരമാകുന്ന ഈ ഉൽപ്പന്നത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് പറയുന്നത്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, ശരീരം തിന്മകളെ ധാരാളം ഉത്ബോധിപ്പിക്കുന്ന പ്രതിഭാസമുള്ള സാധനമാണ്. ആ ശരീരത്തെ പിടിച്ചു കെട്ടാൻ അല്ലാഹു തആല തന്നെയാണ് മരുന്ന് പറയേണ്ടത്. ആ അല്ലാഹു മരുന്ന് പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ഹറാമുകൾക്ക് പിന്നിൽ ഓടിപ്പോകുന്ന ശരീരത്തെ തളച്ചിടാൻ റബ്ബിന്റെ കോടതിയെ പേടിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെയാണ് പണ്ഡിതന്മാർ വിജയിച്ചത്. എങ്ങനെ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും ആ പേടി, ശരിയായ പേടി, ആ പേടിക്കുന്ന വിഭാഗം അത് പണ്ഡിതന്മാര് മാത്രമാണ്. ഞാൻ അർത്ഥം വെച്ചെടുത്ത് പെശക് പറ്റിയോ? ഇല്ല. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കൂ. ഇന്നമാ എന്ന വാക്കിന്റെ അർത്ഥം മുതഅല്ലിമീങ്ങൾ തന്നെ പറഞ്ഞു തരും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ അൽ ഉലമാ മാത്രമാണ്. അൽ ഉലമാ ആണ്, അല്ലാതെ ഉലമാന്റെ വേഷമണിഞ്ഞവരല്ല. അൽ ഉലമാ ആകണം. അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, അല്ലാഹുവിന്റെ പ്രകൃതിയെക്കുറിച്ച്, അല്ലാഹുവിന്റെ കഴിവുകളെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ആലിമീങ്ങളുണ്ടോ, അവരാണ് വിജയം കൈവരിച്ചവർ. കാരണം അവര് മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. ഭയപ്പെടുമ്പോൾ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. അത് ഭയപ്പാടിന്റെ തോതനുസരിച്ചുണ്ടാവും കൺട്രോളിന്റെ തോത്. ഭയപ്പാട് എത്ര ശക്തമാണോ അതിനനുസരിച്ചിട്ടുണ്ടാവും, അല്ലേ? മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ? രണ്ടുപേരും കുടുംബക്കാരാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം രണ്ടു കൂട്ടരും കൂടെ നടന്നു പോകുന്ന സമയത്ത് യഹ്യാ നബി ഒരു പെണ്ണുമായി കൂട്ടിമുട്ടിപ്പോയി. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ മുട്ടിപ്പോയി, അത്രയേ ഉള്ളൂ. കൂട്ടിമുട്ടാന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, മുട്ടിപ്പോയി. മഹാനായ അല്ലാമ അൽ വാസിത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മജ്മുഉൽ അഹ്ബാബിൽ കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി ചോദിച്ചു, മാദാ ഫഅൽത, എന്റെ കുടുംബക്കാരാ നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാനെന്ത് ചെയ്തു? സ്വതം തമ്പ്രാതാൻ, നിങ്ങളൊരു പെണ്ണിനെ മുട്ടിയില്ലേ? സുബ്ഹാനല്ലാഹ്, ഞാൻ പെണ്ണിനെ മുട്ടിയെന്നോ ഞാൻ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞിട്ടില്ലേ? ഫഅൈന ഖൽബുക, നിന്റെ കൽബ് എവിടെയാണ്? നീ അറിഞ്ഞില്ല എന്ന് പറയാൻ? നിന്റെ ഹൃദയം എന്റെ കൂടല്ലേ, പിന്നെ അറിഞ്ഞില്ല എന്ന് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. കൽബി, എന്റെ കൽബ് മുഅല്ലഖും ബി അർശിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശുമായി കണക്റ്റഡാണ്. കണ്ടോ, അവരൊക്കെ അങ്ങനെയാണ് ജീവിച്ചു പോയത്.
അവരുടെ എല്ലാം കൽബ് നശിച്ച ദുനിയാവിന്റെ മേൽ മേയാൻ വിട്ടുകൊടുത്തില്ല. അവരുടെ ഹൃദയത്തെ ദുനിയാവിനെ പണയം വെച്ച് കൊടുത്തില്ല. അവരുടെ ഹൃദയം അവർ അല്ലാഹുവിന് വിട്ടുകൊടുത്തു. പെണ്ണുമായി മുട്ടിയത് പോലും അറിഞ്ഞില്ല എങ്കിൽ ഒരു പെണ്ണിനെ തീരെ ശ്രദ്ധിച്ചില്ല എന്നല്ലേ സഹോദരന്മാരെ ആ പറഞ്ഞതിന്റെ അർത്ഥം? വഴിയിൽ പോകുമ്പോഴേക്ക് പെണ്ണ് നമ്മളെ മുട്ടണ്ട, പെണ്ണിന്റെ ഒരു രൂപമാണെന്ന് നിഴല് കണ്ടാൽ പോലും തേടിപ്പിടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു പെണ്ണുമായി അറിയാതെ മുട്ടിപ്പോയിട്ട് പോലും അറിയാത്ത മനുഷ്യനാണ് ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലേ? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. വല്ലാത്തൊരു മഹാനാണ്. എന്താ കാരണം? ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭയപ്പാട് സൃഷ്ടിച്ച് കണ്ണിനെ ഹറാമുകളിൽ നിന്നും പിൻവലിച്ച് പരിശീലിക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് നമ്മുടെ ഈ വിശുദ്ധ റമദാൻ. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. അള്ളാഹുവിന്റെ കോടതി പേടിച്ചുകൊണ്ട് മാത്രം കണ്ണിനെ ഹറാമിൽ നിന്നും തടഞ്ഞു നിർത്തി പരിശോധിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ നിസ്കാരത്തിന് മധുരമുണ്ടാകും, നമ്മുടെ ദിക്റിന് മധുരമുണ്ടാകും, നാം ഇത്തിക്കാഫിരിക്കുന്നതിന് മധുരമുണ്ടാവും, നാം ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് മധുരമുണ്ടാവും. മറ്റൊരു ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കണമെങ്കിൽ ഉസ്താദ് ഒന്ന് വന്ന് ക്ഷണിക്കണം, കമ്മിറ്റിക്കാർ ഫോണിൽ വിളിക്കണം, പിന്നെ അതിന് പുറമെ മൂപ്പരെ കൊണ്ടെന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അപ്പോഴൊക്കെ മൂപ്പരെന്താവും? ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കും. ഇതൊന്നും വേണ്ട. നിങ്ങൾ നോക്ക്, 10-25 കൊല്ലം മുമ്പേ നമ്മുടെ നാടുകളിൽ ഒരു ഇൽമിന്റെ സദസ്സുണ്ടായാൽ ആ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടുകാർ ആ സദസ്സിൽ പങ്കെടുക്കാത്തവരുണ്ടോ? എല്ലാവർക്കും മധുരമാണ്. അന്ന് അനൗൺസ്മെന്റ് ഇല്ല, അന്ന് അനൗൺസ്മെന്റുകളുടെ വേലിയേറ്റങ്ങളില്ല, മധുരമോറുന്ന മോഡൽ നോട്ടീസുകളും ഫ്ലക്സുകളുമില്ല. 1960-70 ഉള്ളിലുള്ള ഒരു വർഷത്തെ നോട്ടീസ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കുറെ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു, ഇപ്പം കാണുന്നില്ല. വലിയ രസാ നോട്ടീസ് വായിക്കാൻ. അന്നത്തെ കാലത്തുള്ളൊരു നോട്ടീസ്, അത് വല്ലാത്തൊരു നോട്ടീസാണ്. 40 ദിവസക്കാലം വയൽ പറയുന്നൊരു ശൈലി പഴയ കാലത്തുണ്ടായിരുന്നു. ശുഗപുരം ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ വയൽ പറയുമ്പോൾ പക്ഷെ മൈക്ക് സെറ്റ് ഉണ്ടാകുമായിരുന്നില്ല. സാധുവായ ഞാൻ തന്നെ ഒരു സ്ഥലത്ത് വയലിൽ പോയപ്പോൾ അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല. പെട്രോമാക്സ് കത്തിച്ചു വെച്ച ഒരു സ്ഥലം നമ്മുടെ ആബീസ് സായിദ് ഉസ്താദിന്റെ നാട്ടിന്റെ അടുത്താണ്. ആബീസ് സായിദ് ഉസ്താദിന്റെ നാട്ടിലേക്കൊക്കെ ഇപ്പൊ ഏകദേശം വെളിച്ചെത്തിയിട്ടുണ്ടാവും വിചാരിക്കണം. മുക്കം അവിടുന്ന് അങ്ങോട്ട് ബസ് കയറിയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ വയലിന് ഞാൻ തന്നെ പേടിച്ചുപോയി. പഠിച്ചോനെ എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നു തോന്നിപ്പോ. ഇരുട്ടാണ്, കരണ്ട് എത്താത്ത മേഖലയാണെന്ന് തോന്നുന്നു. വയൽ പറയുമ്പോൾ പെട്രോമാക്സ് ആണ് കത്തിച്ചു വെച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടം വയലിന്റെ സദസ്സുകൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ മർക്കുറികളെ കൊണ്ടും വിവിധങ്ങളായ ലാമ്പുകളെ കൊണ്ടും വെളിച്ചം സമ്പൂർണമാണ്. മൈക്ക് സെറ്റുകൾ വിവിധ ശബ്ദങ്ങളിൽ വളരെ സജീവമാണ്. മനുഷ്യന്റെ 2 ശ്രവണപുടങ്ങളെയും തുളച്ച് കയറി മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള അനൗൺസ്മെന്റുകൾ സജീവമാണ്, വാക്ക്പയറ്റുകൾ സജീവമാണ്, എല്ലാമാണ്. പക്ഷേ വയല് കേൾക്കാൻ ആളുകൾക്ക് മനസ്സില്ല, മധുരമില്ല. കാരണം ഹറാമ് കണ്ട് മനുഷ്യന്റെ മനസ്സ് തളർന്നുപോയി. ആത്മീയതക്ക് മനുഷ്യന് ചാൻസ് വരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അല്ലാഹു മധുരം കൊടുത്ത വഴികളെല്ലാം ഇന്ന് അടഞ്ഞുപോയിരിക്കുന്നു. എനിക്കറിയാം എന്റെ ചെറുപ്പകാലഘട്ടത്തില് അന്ന് റോഡുകൾ തുലം കുറവാണ്. ചെത്തൈ എന്ന് പറയും, ഇടവഴി എന്ന് പറയും, അല്ലേ? അങ്ങനെയൊക്കെയുള്ള വഴികളായിരുന്നു. ആ വഴികളുടെ 2 ഭാഗത്തും ചെറിയ ഇടവഴിയാണ്. 3 അടിയോ 4 അടിയോ മാത്രം വീതിയുള്ള ചെറിയ വഴികളാണ്, ഇടവഴികളാണ്. അതിന്റെ 2 ഭാഗത്തും വേലികൾ, മുള്ളുകൾ നിറഞ്ഞ വേലികളാണ്, 2 പറമ്പുകാരുടെ വേലികൾ. അതിന്റെ ഇടയിലുള്ള ചെറിയ ഇടവഴികളിലൂടെ മനുഷ്യന്മാരെ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരു പുരുഷൻ നടന്നു വരുന്ന സമയത്ത് ഒരു ഉമ്മാമയാണ് ആ സമയത്ത് ഓപ്പോസിറ്റായി വരുന്നതെങ്കിൽ പോലും ആ ഉമ്മാമയെപ്പോലും കാണാനുള്ള ചാൻസ് ഈ പുരുഷന് ഇല്ല. അത് ഉമ്മാമയും അനുവദിക്കുകയില്ല, പുരുഷന്റെ മനസ്സും സമ്മതിക്കുകയില്ല. ഉമ്മാമ അന്ന് ഇതേപോലെ പർദ്ദകൾ സജീവമല്ലെങ്കിലും
പർദ്ദയെപ്പോലെ മനുഷ്യനെ മറക്കാൻ പറ്റിയ നല്ല വലിയ തട്ടം കൊണ്ട് വലിയ നീണ്ട തട്ടമാണ്. ആ തട്ടം കൊണ്ട് തലയിൽ പൊതിച്ചിട്ടുണ്ടാകും, അത് മുഖത്തേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ടാകും. ആ തട്ടം കൊണ്ട് ശരിക്കും മാറിടം അങ്ങോട്ട് പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കുട പിടിച്ചിട്ട് ആ കുടയെ ഈ പുരുഷന്റെ നേർക്ക് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് എന്തോ ഒരു ഭീകര സാധനം പോകുന്നത് പോലെ പുരുഷനെ കാണാനുള്ള ചാൻസ് കൊടുക്കാതെ നടന്നു നീങ്ങുന്ന ഉമ്മമാരും ആ പെണ്ണ് ഏത് തരത്തിലുള്ളതാണെന്ന് അന്വേഷിക്കാൻ മെനക്കെടാതെ തല താഴ്ത്തി പോകുന്ന പുരുഷന്മാരുമുള്ള കാലഘട്ടം. ഫമൻ തറക്കഹാ ഖൗഫൻ മിനല്ലാഹി ആതാഹുല്ലാഹു ഹലാവതൻ ആതാഹുല്ലാഹു ഈമാനൻ യജിദു ഹലാവത ഫീ ഖൽബി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ദർശനത്തിനുള്ള ചാൻസ് കിട്ടിയിട്ട്, ഹറാമായ ദർശനത്തിനുള്ള ചാൻസ് കിട്ടിയിട്ട് അല്ലാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ട ഒറ്റ കാരണത്താൽ ആ നോട്ടം നടത്താതെ കണ്ണിനെ തടഞ്ഞു നിർത്തിയതിന്റെ പേരിൽ ആത്മീയമായ മധുരം, ഈമാനികമായ വികസനം അവൻ അറിഞ്ഞേ തീരുവെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു 10 ചാൻസ് കിട്ടുന്ന മനുഷ്യന് 10 മധുരമാണ് വന്നു ചേരുന്നത്. ഒരു ദിവസം 20 ഹറാമ കാണാൻ ചാൻസ് ഉള്ള മനുഷ്യന് 20 മധുരമാണ്, ഈമാനികമായ മധുരമാണ്, ആത്മീയമായ മധുരമാണ് അവന്റെ മനസ്സിൽ കയറുന്നത്. ഈ മനുഷ്യനെ എങ്ങനെ നിസ്കാരത്തിൽ മധുരമില്ലാതിരിക്കുമോ, ദിക്റിന് മധുരമില്ലാതിരിക്കുമോ, വയലിന് പോകാൻ മധുരമില്ലാതിരിക്കുമോ, നല്ലത് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാതിരിക്കുമോ? അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നല്ലതിനോട് താല്പര്യം ജനിക്കുകയും അവന്റെ മനസ്സിൽ നല്ലത് പ്രവർത്തിക്കുമ്പോൾ ഭയപ്പാട് ഉടലെടുക്കുകയും ആ ഭയപ്പാടിന്റെ പേരിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുകയും ചെയ്തു. അല്ലേ? ഇപ്പം വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച, റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഇമാമ് ദാ കൂട്ടത്തൗബ കിട്ടോ എന്ന് പറയുമ്പോ ചില ആൾക്കാരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഞാൻ നീച്ചു പോയാൽ മോശമാവോ, വർഷത്തിലൊരിക്കലും തൗബ എല്ലാവരും കൂടി കുത്തിരിക്കാത്തൊരു മനുഷ്യനെ കുറിച്ച് പേരിടുവോ, ചിലർക്ക് ഇങ്ങനെ നോക്കുക. ഒരു വിഭാഗം ആൾക്കാരെന്ന എന്ത് തൗബാണ്, ഞാനൊപ്പം മതി അല്ലെ, കുറച്ച് ബാക്കി. വെള്ളിയാഴ്ച പള്ളികളിൽ അങ്ങനെയാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ ഈ അരി ചേരി നന്നാക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ചേരി നന്നാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് കുട്ടിയാല് പെട്ടെന്ന് പാറിപ്പോണ കുറെ ഉണ്ട്. കുറെ അതിൽ ചെറിയ 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 പൊടികളൊക്കെ വേഗം പാറിപ്പോകും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ പാറിയതിനു ശേഷം പിന്നെ രണ്ടാമൊന്ന് കൊട്ടും. അപ്പൊ പിന്നെ കുറച്ചൊക്കെ കനമുള്ള സൈസ്, എന്നാലും തിന്നാൻ പറ്റൂല. അങ്ങനത്തെ പതിരുകളുണ്ടാവും. അത് പിന്നത്തേൽ പോവും. പിന്നെ ഒന്നും കൂടി കൊട്ടുമ്പോ ഇങ്ങനെ വേറൊക്കെ പറക്കൊന്നുമില്ല, എന്നാലിങ്ങനെ വേറായിട്ട് നിൽക്കും, കാണും. അപ്പൊ അതിങ്ങനെ കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ നീക്കിയിട്ട് അത് പുറത്താക്കും. അവസാനം ചേരിട്ട് അരിയാണെന്ന, ചോറ് വെക്കാനുള്ള സാധനമാണെന്ന് ബോധ്യപ്പെടുന്ന അവസാനം ഇതേ പ്രകാരം വെള്ളിയാഴ്ച പള്ളിയിൽ ആദ്യം ഇമാമൻ സലാം വിട്ടിയ ഒറ്റ ചേറല, അതിൽ പറ്റേ തൂപ്പാനായ സാധനങ്ങൾക്ക് ഭൂന്നൊരൊറ്റ പോക്കാണ്. ചാക്കും കെട്ടുന്ന പൂച്ചനെ കഴിച്ചിട്ട് മതി, ഭൂന്നൊരൊറ്റ ഓലെ പിന്നെ കാണൂല. അവര് വരുന്നത് തന്നെ വളരെ മന്ത്രിമാരമായിരിയാണ്, വളരെ തിരക്ക് പിടിച്ച ആളുകളാണ്. വരുന്നത് തന്നെ ഇമാമ ഇവിടുന്ന് ദ്വാരക്കാൻ തുടങ്ങുമ്പോഴാണ്. വന്ന് നിസ്കാരത്തിൽ പങ്കെടുത്ത് ഭൂം സലാം വിട്ട് ഒറ്റ ചാട്ടം പോയി, ആദ്യത്തെ ചേറിൽ പോയി, തിരിച്ചണ്ട് പോയി. പിന്നെ ഇമാമ് ദ്വാരന്ന് ദ്വാരക്കുമ്പോക്ക് ഒരു ടീം ഭൂം തന്നെയാണ് പോയി. പിന്നെ അവസാനം ദ്വായും ഒക്കെ കഴിഞ്ഞ് ഇമാമിന്റെ പ്രസംഗവും കഴിഞ്ഞ്, പ്രസംഗത്തിന്റെ ഇടയിൽ കുറെ എണ്ണം പോകും, എല്ലാം കഴിഞ്ഞ് ഇമാമ അവസാനം പ്രസംഗമൊക്കെ കഴിഞ്ഞ് സമാപിച്ച് ഇമാമിന്റെ കൈ പിടിച്ചു പോകുന്നവരുണ്ട്. അവരാണ് ശരിയായ അരിമണികൾ. എവിടെ നമ്മുടെ കാലത്ത്? യദ്ഹബു സ്വാലിഹൂനൽ അവ്വലു ഫല്ലവ്വലു ഫതബ്ഖാ ഹുഫാലത്തുൻ ലാ യുബാലിഹിമുല്ലാഹു ബലാ. അല്ലാഹുവിന്റെ ഹബീബ് എത്ര ഉദാഹരിച്ചാണ് പറയുന്നത്. സ്വാലിഹീങ്ങള് ഓരോന്നോരോന്നായി മരിച്ചു പോകും. സ്വാലിഹീങ്ങൾ ഓരോരുത്തരായി മരിച്ചിങ്ങനെ മരിച്ചു പോകും. അല്ലേ? മഹാനായ തേനുപ്പാപ്പ മരണപ്പെട്ടു പോയി.
ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം മരണപ്പെട്ടുപോയി, ഉമർ ഖാദി മരണപ്പെട്ടുപോയി, സ്വാലിഹീങ്ങൾ ഓരോന്നോരോന്നായി മരണപ്പെട്ടു പോകും. പിന്നെ കുറെ കരമില്ലാത്ത ചണ്ടികൾ ഇവിടെ ശേഷിക്കും. ഗോതമ്പിന്റെ ചണ്ടികളെ പോലെ, ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ ചുക്കിച്ചുളിഞ്ഞ ഒന്നിനും കൊള്ളാത്ത തെരുവ് ഈത്തപ്പഴങ്ങളെപ്പോലെ, തെരുവുകളെപ്പോലെ, ധാന്യങ്ങളിലുള്ള തെരുവുകളെപ്പോലെ ചില ചണ്ടികൾ ഇവിടെ ശേഷിക്കും. ലാ യുബാലിഹിമുല്ലാഹു ബാലാ, അവരെ അല്ലാഹു തആല ലെവലേശം മൈൻഡ് ചെയ്യില്ല. അവരെ ജൂതന്മാര് വന്ന് നശിപ്പിച്ചാലും, ക്രൈസ്ത്രീയര് വന്ന് നശിപ്പിച്ചാലും, ഏതൊക്കെ ഒലക്കപ്പുണ്ണാക്ക് വന്ന് നശിപ്പിച്ചാലും അല്ലാഹു അവരെ പ്രശ്നമാക്കിയിട്ടില്ല. കാരണം അവര് നാമധാരികൾ മാത്രമാണ്. സ്വാലിഹീങ്ങൾ മരിച്ചുപോയി. സഹോദരന്മാരെ, ആ സ്വലാഹിന്റെ പട്ടികയിലേക്ക്, കനമുണ്ടാകുന്ന പട്ടികയിലേക്ക്, തഖ്വയുടെ പട്ടികയിലേക്ക് വാ. നമുക്കൊന്ന് ശ്രമം നടത്താമല്ലോ. വിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ സമയങ്ങളാണ്, ശരിയായ മുഹൂർത്തങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ രണ്ടാമത്തെ അടിസ്ഥാനമാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, ബഹുമാനപ്പെട്ട ഖസാനി ഇമാം പഠിപ്പിച്ചത്. നീ നിന്റെ കണ്ണിനെ സംരക്ഷിക്കാൻ, കണ്ണിനെ എന്തിനെ സംരക്ഷിക്കണം എന്ന ആ പാഠം നിന്റെ കയ്യിലുണ്ടാകുമ്പോഴാണ് നിന്റെ പ്രവർത്തനത്തിന് ഊക്കുകൂടുക. ആ സംരക്ഷിക്കേണ്ട അനിവാര്യതയുടെ മേഖല പഠിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും അഥവാ ആരാധനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വയതുകളെല്ലാം ഫലം ചെയ്യുകയുള്ളൂ. എല്ലാവരെ കുറിച്ചുമുള്ള പറച്ചിലല്ല. ഈമാൻ തീരെയുമില്ലാതെ വിളക്ക് പറ്റേ കെട്ടുപോയവരെ കുറിച്ച് നമുക്ക് സഹതപിക്കാനല്ലാതെ വേറെ മാർഗമില്ല. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നബിയേ, അങ്ങ് ഉപദേശിക്കൂ. ഉപദേശം ഫലം ചെയ്യുന്ന വിഭാഗമാരാണ്? വിളക്ക് പറ്റേ കെട്ടുപോകാത്ത ഈമാനിന്റെ ശകലമുള്ളവർക്കെല്ലാം ഉപദേശം ഫലം ചെയ്യും. അതുകൊണ്ട് ഉപദേശിക്കൂ നബിയേ. അപ്പൊ കുറച്ചൊക്കെ നന്നാകണമെന്ന് താല്പര്യമുള്ള, ഈമാനിന്റെ ശകലം ഉള്ള, അങ്ങനെയാണല്ലോ ഒരു മണ്ണെണ്ണ വിളക്ക്, അതിങ്ങനെ മണ്ണെണ്ണ തീർന്ന് കുറച്ചുള്ളൂ, അതിന്റെ വെളിച്ചം ഇപ്പം കെടും എന്ന അവസ്ഥത്തിന്റെ പൂർണ്ണമായി കെട്ടില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആ വെളിച്ചത്തെ ഒന്ന് പരിപോഷിപ്പിക്കാം. എങ്ങനെ? അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. സമ്പൂർണ്ണമായി കെട്ടുപോയാലോ ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. എന്താ കാരണം? ഇനി രണ്ടാമത് തീ കത്തിക്കണം. ഇതുപോലെ ഈമാനാകുന്ന വിളക്ക്, വെളിച്ചം, ആ തീ അല്ലാഹു നമ്മുടെ മനസ്സിൽ നൽകിയിട്ടുണ്ട്, കത്തിച്ചു തന്നിട്ടുണ്ട്. ഇത് കെട്ടുപോകരുത്. പറ്റേ അണഞ്ഞു പോയാൽ കാര്യം അപകടമാണ്. പറ്റേ അണഞ്ഞു പോകാതെ ആ ഈമാനിനെ പച്ചപ്പിൽ നിലനിർത്താൻ ആവശ്യമായ മുൻകരുതൽ നടപടികളാണ് വിശുദ്ധ റമദാനിലൂടെ നാം സ്വീകരിക്കുന്നത്. അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. റമദാനും കളഞ്ഞു കുളിച്ചു, എല്ലാം കളഞ്ഞു കുളിച്ചു, വെളിച്ചം പറ്റേ കെടുത്തിക്കളഞ്ഞു. അവന്റെ കാര്യത്തിൽ കരയുകയല്ലാതെ വേറെ മാർഗമില്ല. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും, ഞങ്ങൾ പെണ്ണിപ്പറയുന്നവരാരെയും നീ അത്തരം നിർഭാഗ്യവാന്മാരിൽ പെടുത്തരുതേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ അടിസ്ഥാനം ബഹുമാനപ്പെട്ടവര് പറയുന്നു, അൽ-അസ്ലു ത്സാലിസു അൻ തൻദുറ ഇലാ കുല്ലി ഉളുവിൻ മിൻ അഅ്വാഇക യസ്ലുഹു ലിമാദാ വയന്തദുർ ലഹു മാദാ. മൂന്നാമത്തെ അടിസ്ഥാനം, നിന്റെ കണ്ണാകുന്ന അവയവം, അത് നീ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ആ കണ്ണിനെ സൃഷ്ടിച്ചത്? നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് പടച്ചത് എന്ന് ചിന്തിക്കണം. എന്നിട്ട് കണ്ണിന്റെ ലക്ഷ്യവും നീ ഒന്ന് നിരീക്ഷണം നടത്തണം. സാധാരണ അവയവങ്ങളെപ്പോലെ വൃഥാവിൽ കാണേണ്ടതാണോ കണ്ണ് എന്ന് നീ ഒന്ന് കൂടുതൽ പരിശോധിക്കണം. മൊത്തത്തിലുള്ള തഖ്വ, അതിന്റെ പുറമെ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടുന്ന ഒരു തഖ്വയാണ് കണ്ണിന്റെ തഖ്വ. എന്തുകൊണ്ട്? കണ്ണെന്ന് പറയുന്ന അവയവം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യൻ മരിച്ചു, സ്വർഗത്തിലും എത്തി,
സ്വർഗത്തിലെത്തിയാൽ അവന് അവിടെ ധാരാളം സുഖസൗന്ദര്യങ്ങളുടെ കൊടുമുടികളാണ് അല്ലേ? അവൻ അവിടെ ഹൂർലീങ്ങളുണ്ട്, ഭക്ഷണപാനീയങ്ങളുണ്ട്, അരുവികളുണ്ട്, അവിടെ നല്ല വൃക്ഷലതാദികളുണ്ട്, നല്ല ഫ്രൂട്ട്സുകളുണ്ട്, നല്ല മെത്തകളുണ്ട്, നല്ല ബിൽഡിങ്ങുകളുണ്ട്, നല്ല പ്രകൃതികളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇതെല്ലാം അവൻ അനുഭവിക്കുന്നു. ഹൂർലീങ്ങളെ ശരീരം കൊണ്ട്, പഴങ്ങളെ കൈകൊണ്ട് പിടിക്കുന്നു, കൂട്ടുകാരെ കാണാൻ വേണ്ടി ക്ലബിലേക്ക് പോകാൻ നടന്നു പോകുന്നു. അവ കാലുകളെ കൊണ്ടും കൈകളെ കൊണ്ടും പലതുകൊണ്ടും അവൻ സ്വർഗത്തിലുള്ള സുഖങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വർഗങ്ങളുടെ സുഖങ്ങളുടെ കൂട്ടത്തിൽ രാജാവായ സുഖം നാം പലപ്പോഴും പറഞ്ഞതുപോലെ അതേതാണ്? എല്ലാ സുഖങ്ങളെയും മറപ്പിച്ചു കളയുന്ന സുഖം. അത് യജമാനനായ റബ്ബിനെ ലിഖാ ചെയ്യുക എന്ന സുഖമല്ലയോ? അല്ലാഹുവിനെ കാണുക എന്ന സുഖമല്ലേ? അല്ലേ? അല്ലാഹുവിനെ കാണുക എന്ന സുഖം അത് കൈകൊണ്ട് നേടേണ്ടുന്ന സുഖമാണോ? ചെവി കൊണ്ട് നേടേണ്ടുന്ന സുഖമാണോ? നാവ് കൊണ്ട് നേടേണ്ടുന്ന സുഖമാണോ? കൈകാലുകളെ കൊണ്ട് നേടേണ്ടുന്ന സുഖമാണോ? അല്ലാഹുവിനെ കാണുക എന്ന സുഖം, ആ മധുരം അനുഭവിക്കാനുള്ള ഏക അവയവം അത് മനുഷ്യന്റെ കണ്ണല്ലയോ? ആ ഏറ്റവും അല്ലാഹുവിന്റെ ലിഖാഇന് വേണ്ടിയല്ലേ മനുഷ്യൻ കണ്ണിനെ കാത്തു സൂക്ഷിക്കേണ്ടത്? ആ കണ്ണ് കണ്ട വിസർജ്യ കൊട്ടകളിലൊക്കെ കൊണ്ടുയിട്ടാല് എങ്ങനെ അള്ളാഹുവിനെ കാണാൻ പറ്റും? അത് വല്ലാത്ത മോശമല്ലേ? അള്ളാഹു അങ്ങനെ കാണാൻ സമ്മതിക്കുമോ? പ്രവാസിയായ ഒരു സുഹൃത്ത് കല്യാണമൊക്കെ ഉറപ്പിച്ച് നാട്ടിൽ വരികയാണ്. അവൻ അവിടെ വെച്ച് കല്യാണത്തിന് വേണ്ടി പുതിയാപ്പള ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടി ഒരു നല്ല യൂണിഫോം അവിടെ വെച്ച് വാങ്ങണം. നല്ലൊരു കോട്ടും നല്ല ഒരു 25,000 ഉറുപ്പിക വിലപിടിപ്പുള്ള നല്ലൊരു കോട്ടൊക്കെ വാങ്ങി ഭദ്രമായി അവന്റെ സൂട്ട് കേസിൽ വെച്ചു. ലഗേജ് ഇട്ടില്ല. കാരണം ലഗേജ് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയുന്ന സമയത്ത് ഇതിന് വല്ല ഭംഗം പറ്റിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ച് സൂട്ട് കേസിൽ സൂക്ഷിച്ചിരുന്നു. ആ സൂട്ട് കേസിൽ പുതിയാപ്പള ഇറങ്ങുമ്പോ അത്രയും പവിത്രമായ അതിനൊരു ചെറിയ ചേറ് പോലും, ഒരു ചെറിയ മലിനം പോലും അതിൽ തട്ടാൻ പാടില്ല എന്ന വാശിയോടുകൂടെ ആ പ്രത്യേകമായ കോട്ടുമെല്ലാം അവന്റെ സൂട്ട് കേസിൽ തിരികെ വെച്ച് ഒളിപ്പിച്ച് വെച്ച് വരുന്ന സമയത്ത് എയർപോർട്ടിൽ ആരോ ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് ആരോ ഒരു കഷ്ണം തുണി കിട്ടാൻ തർക്കമില്ല എന്ന് അയാൾക്ക് തുണി അന്വേഷിക്കുന്ന സമയത്ത് ഇവൻ നേരെ സൂട്ട് കേസ് തുറന്ന് ഈ കല്യാണത്തിനിടാൻ വെച്ച് ആ കോട്ട് എടുത്ത് കണ്ട് ആ ഛർദ്ദിച്ചത് വാരാൻ വേണ്ടി കൊടുക്കോ? നിങ്ങൾ പറയും വേറെ കോട്ട് വാങ്ങിയാൽ പോരാ, വേറെ കോട്ട് ഇനി കിട്ടൂല, അവനോടൊന്ന് പോന്നു പോയി, ആ കമ്പനിയും ഇനി കോട്ട് കിട്ടൂല, ഒന്നും കിട്ടിയതിന്റെ വലിയ കിട്ടലാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ളൊരു വെഡിത്തം അവൻ ചെയ്യില്ലെങ്കിൽ ഇത് 25,000 അല്ല, നശിച്ച ദുന്യാവിലെ പുതിയാപ്പിള ഡ്രസ്സുമല്ല. യജമാനനായ റബ്ബിനെ കാണുക എന്നത് ലോകത്ത് അതുല്യമാണ്, സ്വർഗത്തിൽ പോലും അതുല്യമാണ്. സ്വർഗീയ സുഖങ്ങളെപ്പോലും കടത്തിവെട്ടുന്ന സ്വർഗത്തിലെ രാജസുഖമാണ്. ആ സുഖം കിട്ടാൻ വേണ്ടി അവന് കൊടുത്തിട്ടുള്ള കോട്ടാണ്. ആ സുഖം അനുഭവിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ആയുധമാണ് അവൻ കണ്ണ്. ഈ കണ്ണുകൊണ്ട് ഹറാമായ മലിനങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് യജമാനൻ പൊരുത്തപ്പെടുമോ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്നു, ഇങ്ങനെ മൂന്ന് അടിസ്ഥാനങ്ങൾ നീ ശരിക്ക് പരിശോധിക്കണം, 3 അടിസ്ഥാനങ്ങൾ നീ ശരിക്ക് ചിന്തിക്കണം. ഫഹാദിയൽ ഉസൂലു തലാസത്തു, ഈ 3 അടിസ്ഥാനങ്ങൾ ഇദാ അഹ്സൻത തഅമ്മുല ഫിഹാ, ഈ 3 അടിസ്ഥാനങ്ങളിലും നീ ശരിയായി നല്ലവണ്ണം ചിന്തിച്ചാൽ കഫത്തുക്കൽ മഊനത ഫി ഹാദൽ ഫസ്ലി, ഈ ആയത്തിൽ നിനക്ക് ഇത് തന്നെ ധാരാളം മതി, ഇനി ഒരു ഹറാമ് ഞാൻ കാണൂല. റമളാനിൽ തീരുമാനിച്ചാൽ മതി. റമളാൻ ശവ്വാൽ 1 പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അന്നത്തെ നമുക്ക് റമളാൻ 29 ഇൻഷാ അല്ലാഹ് വിധിയുണ്ട്, അന്ന് ആലോചിക്കാം.
ശവ്വാൽ 1 എന്താ ചെയ്യേണ്ടത് ഉസ്താദേ? അത് നമുക്ക് 29 ഇൻഷാ അല്ലാഹ് ആലോചിക്കാം. ഇപ്പൊ റമളാൻ 29 വരെ തെക്കുവ, ഈ 29-ാം തീയതി വരെയുള്ള തെക്കുവ ഒന്ന് സംഭരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഞാനും നമ്മളൊന്ന് ഒരുമിച്ച്, ഞാൻ ഈ പറയുന്ന ആള് പറച്ചിൽ മാത്രമേ ഉള്ളൂ, വളരെ മോശപ്പെട്ടവനാണ്. നമുക്ക് ഒന്നായിട്ടൊരു തീരുമാനം എടുക്കാലോ, ഒന്നായിട്ടൊരു തീരുമാനം എടുക്കുക. ഈ 3 അടിസ്ഥാനങ്ങൾ നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ, നിങ്ങൾ ഈ 3 അടിസ്ഥാനങ്ങളും ഒന്ന് ശരിക്ക് പഠിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീൻ ആധാരമാക്കിക്കൊണ്ടാണ് ഈ വിശദീകരണം ഞാൻ നൽകിയത്. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ 150 രാഷ്ട്രങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ വേണമെങ്കിൽ പരിസരത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ അരികിൽ പോയി വേണമെങ്കിൽ ഒന്ന് ഉസ്താദെ ആ മിൻഹാജുൽ ആബിദീനിൽ നിന്ന് കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പഠിപ്പിച്ച എന്ന 3 അടിസ്ഥാനങ്ങൾ നിങ്ങൾ എനിക്കൊന്ന് ഒന്ന് പറഞ്ഞു തരണം, വിശദീകരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഉസ്താദിനെ സമീപിക്കുക. ആ ഉസ്താദ് നിങ്ങൾക്ക് വിശദീകരണം തരും. അങ്ങനെ വിശദീകരണം തന്നാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് പഠനമായി, പിന്നെയും നിങ്ങൾ അത് വെച്ചുകൊണ്ട് പിന്നെയും പഠിക്കാം, അങ്ങനെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ടൊരു ഹറാമിലേക്ക് നോക്കുകയില്ല എന്ന് ഈ റമളാൻ മാസമെങ്കിലും തീരുമാനിക്കാൻ ശ്രമം നടത്തുക. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനെ ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ പെടുത്തി തരണം റഹ്മാനെ. സഹോദരന്മാരെ, ഇനി അടുത്തത് ഏതാണ്? അടുത്തത് അത് പിന്നെ പ്രധാനമായി പറയേണ്ടത് നാവാണ്. നാവിന്റെ മുമ്പ് ഞാൻ ചെവിയിലേക്ക് കടക്കാണ്. കാരണം നാവിലേക്ക് കടന്നാൽ അത് കുറച്ച് നീണ്ടു പറയേണ്ടി വരും. നാവിന്റെ ശേഷം പറയേണ്ടതാണ് ചെവി. പക്ഷേ സമയം കുറവായതുകൊണ്ട് ഇന്ന് ചെവിയുടെ തന്നെ പറഞ്ഞു തീർക്കാൻ വേണ്ടി ഞാൻ ചെവിയിലേക്ക് ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്. മുസാലിമാൻ പറയുന്നു, ഫഅലൈക ബിസ്വിയാനത്തി സംഇക അനിൽ ഖനാ വൽ ഫുദൂലി. മോനെ, നീ ചെവിയുടെ തഖ്വ വേണം, ചെവിയുടെ തഖ്വ വേണം, കേൾവിയുടെ തഖ്വ വേണം. അതുകൊണ്ട് ഫഅലൈക ബിസ്വിയാനത്തി സംഇക, നിന്റെ കേൾവിയെ നീ സംരക്ഷിക്കണം മോനെ. അനിൽ ഖനാ, വൃത്തികേടുകളെ തൊട്ട്, വഷണത്തരം വാർത്തകളെ തൊട്ട്, കേൾക്കാൻ പാടില്ലാത്തവ കേൾക്കുന്നതിനെ തൊട്ട്, വൽ ഫുദൂൽ, ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളും കേൾക്കുന്നതിനെ തൊട്ട് നിന്റെ ചെവിയെ നീ സംരക്ഷിക്കണം പൊന്നുമോനെ. എന്തിനാണ് വദാലിക്കലി അംറൈനി? ഞാൻ വിശദമാക്കുമ്പോൾ ഇനി സമയം പോകണ്ട, പെട്ടെന്ന് വായിക്കുകയാണ്. ചെവിയുടെ തഖ്വ എന്തിനാണ്? ചെവിയെ സംരക്ഷിക്കേണ്ടത് എന്തിനാണ്? ചെവിയെ കൺട്രോൾ ചെയ്യേണ്ടത് എന്തിനാണ്? ഉസാലിമാൻ പറയുന്നു, 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അഹദുഹുമാ, 2-ൽ നിന്ന് ഒന്ന്, ലിമാ റുവിയ അന്നൽ മുസ്തമിയ ശരീകുൽ മുതകല്ലിമി, ഒരു വിഷയം ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അറിയാതെ കേട്ടുപോകുന്നതിനെ കുറിച്ചല്ല കേട്ടോ. അറിയാതെ കേട്ടുപോകുന്നതും ഉദ്ദേശപൂർവ്വം കേൾക്കുക എന്നുള്ളത് രണ്ടും വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രതിക്കൂട്ടിലാകുന്നത് ഉദ്ദേശപൂർവ്വം കേൾക്കുക എന്നുള്ളതാണ്. ഉദ്ദേശപൂർവ്വം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഹറാമാണ് അവിടെ പറയുന്നതെന്ന് അറിഞ്ഞാലും അതൊന്ന് കേൾക്കാൻ വേണ്ടി പോയാൽ തന്നെ ഉദ്ദേശമായി. പിന്നെ ഞാൻ അവിടെ ചെവി ഇങ്ങനെ ഒരു വാർത്ത കൂർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പോയാൽ തന്നെ അത് മുസ്തമിയായി മാറിപ്പോയി. അവൻ അങ്ങാടിയിൽ മത്സ്യം വാങ്ങാൻ വേണ്ടി പോകുന്നതിന്റെ ഇടയിൽ ഏതോ ഒരു ചങ്ങായി അവിടെ എന്തോന്ന് പ്രസംഗിക്കുന്നുണ്ട്, അതിൽ ഏതൊക്കെ ഗീബത്തും നമിമത്തൊക്കെ പറയുന്നുണ്ട്. അറിയാതെ കേട്ടുപോയി. ഇവര് കേൾക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി, പക്ഷെ കേട്ടുപോയി. അത് കുറ്റക്കാരനല്ല, അതിന് സാമി എന്നേ പറയുള്ളൂ, കേട്ടവൻ. ഇത് മുസ്തമിയാണ്. ഹദീസിൽ വന്നിട്ടുള്ളത് അൽ 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 മുഹ്താബ് വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി. ഗീബത്ത് പറഞ്ഞവനും ഗീബത്തിനെ ഉദ്ദേശപൂർവം കേട്ടവനും, അറിയാതെ കേട്ടുപോയി അതിന് കുഴപ്പമില്ല, ഉദ്ദേശപൂർവം കേട്ടവനും ഗീബത്ത് പറഞ്ഞവനും ശരീകാനി ഫിൽ ഇസ്മി, നമ്മളെ വക ഒന്നും അതിന് വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല. 2 കൂട്ടരും കുറ്റത്തിൽ തുല്യരാണ്. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസാലിമാൻ പറയുന്നു, ചെവിയെ നീ കൺട്രോൾ ചെയ്യണം, നിന്റെ കേൾവിയെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, നീ കേട്ട വാക്ക് പറഞ്ഞ ആൾക്ക് കുറ്റം കിട്ടുമല്ലോ, അതേപോലെ തന്നെയാണ് നീ ഉദ്ദേശപൂർവ്വം കേട്ടാലും അതുപോലെ നീ കുറ്റത്തിൽ പങ്കാളിയാണ്.
സമാഇൽ ഖബീഹി കസൗനിൽ ലിസാനി അനിന്നുത്ഖി ബിഹി ഫഇന്നക ഇൻദ ഇസ്തിമാഇൽ ഖബീഹി ശരീകുൽ ലിഖാഇലിഹി ഫന്തബി. നീ നിന്റെ ചെവിയെ, നിന്റെ കേൾവിയെ മോശത്തരങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് നീ കാത്തുവെച്ചുകൊള്ളണം. ഏത് പ്രകാരം? കസൗനിൽ ലിസാനി അനിന്നുത്ഖി ബിഹി, ഹറാം പറയുന്നതിനെ തൊട്ട്, വഷളൻ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് നിന്റെ നാവിനെ നീ സംരക്ഷിക്കുന്നത് പോലെ ചെവിയെയും നീ സംരക്ഷിക്കണം. ഫഇന്നക ഇൻദ ഇസ്തിമാഇൽ ഖബീഹി, കാരണം ഖബീഹായത്, വഷളായത് കേൾക്കുന്ന സമയത്ത് ശരീകുൽ ഖായിലിഹി, അത് പറയുന്നവരോട് നീ കുറ്റത്തിലെ പങ്കാളിയാകുന്നു. എന്തിനാണ് ആവശ്യമില്ലാതെ നീ അതിൽ ഇടപെട്ടുകാണ്ട് കുഴപ്പമുണ്ടാക്കണത്? പറഞ്ഞ ആൾക്ക് പിന്നെ ആ പറഞ്ഞൊരു രസം ഉണ്ടാവും, കേട്ട ആൾക്ക് എന്തോ അലക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് കേട്ടിട്ട് നീ വെറുതെ അവന്റേതും കൂടി നീ സ്വീകരിച്ച് വാങ്ങിയില്ലേ പൊണ്ണ, എന്തിന് കേൾക്കാൻ പോകുന്നു? അപ്പൊ നമ്മളൊരു കാര്യം കൂടി അവിടെ ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയാൽ, വിശുദ്ധ റമദാന് പ്രാക്ടീസ് ചെയ്യൽ, നമ്മൾ ഏതായാലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയാൽ ആ സ്ഥലങ്ങൾ ഉറപ്പാണ് ഹറാമ് കേൾക്കേണ്ടി വരും. ആ കവലയിലേക്ക് പോയാൽ ഹറാമ് കേൾക്കേണ്ടി വരും. സുഹൃത്തെ, നീ പോകണ്ട. അത് ഇൻഷാ അല്ലാഹ് ഒരു ഹദീസുണ്ട്. ഹദീസിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനെ മുത്തഖിയായി എണ്ണണമെങ്കിൽ അവൻ കുഴപ്പം ഇല്ലാത്തതാണെങ്കിലും കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും എന്ന് തോന്നുന്ന കുഴപ്പമില്ലാത്തതിനെയും കൈവടിയണം. അങ്ങാടിക്ക് പോകുന്നൊരു കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ പോയാൽ എന്തുറപ്പാണ്? അവിടുന്ന് ഹറാമിന്റെ ചർച്ചകൾ ഉണ്ടാവും, അത് ഞാൻ കേൾക്കേണ്ടി വരും, എനിക്കതിനെ എതിർക്കാൻ കഴിയില്ല. എന്നാ നീ പോകണ്ട സുഹൃത്തേ, നീ പോകണ്ടാന്ന്. അല്ല, അപ്പൊ ഇറച്ചി വാങ്ങാതെ പറ്റുമോ? റമദാൻ എന്ന് കോഴിമുട്ടാക്കി കാളാ കറി, ഇന്ന് മുട്ടക്കറി ആയിക്കോട്ടേന്ന്. മുട്ടയും കിട്ടൂല ഉസ്താദെ, മുട്ട പോകാനടുത്ത് ഇതിനേക്കാളും വലിയ ഗീബത്താണ്. വേണ്ട സുഹൃത്തെ, നീ ഇന്ന് തക്കാളി കറി വെച്ചോ. ചുരുക്കി പറഞ്ഞാൽ ആഖിറത്തിന്റെ ടെൻഷൻ നിന്റെ തലയിൽ കയറണം, ആഖിറത്തിന്റെ ഭയപ്പാട് തലയിൽ കയറണം. ആഖിറം പേടിച്ചതിന്റെ പേരിൽ ദുനിയാവിനെ ത്യജിച്ച മഹാന്മാരുടെ ചരിത്രങ്ങളാണ് മഹാന്മാരായ ആരിഫീങ്ങളുടെ കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എനിക്കും നമുക്കും അങ്ങനെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ തെറ്റ് ചെയ്യുന്ന പറച്ചില്, ആ വിഷയത്തെ ഹറാമായ കാര്യം പറയുന്ന മനുഷ്യന്റെ അതേ അളവിലേക്ക് നീ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് ഹറാമിനെ ബോധപൂർവം കേൾക്കുക എന്നത്. അതുകൊണ്ട് നീ കേൾക്കാൻ പോകണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്തിനാണ് നിന്റെ ചെവിയെ കൺട്രോൾ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, അന്നഹു യുഹയ്യിജുൽ ഖവാതിറ വൽ വസാവിസ വൽ ഖൽബി, അത് ഹൃദയത്തിൽ വസ്വാസുകളെയും വേണ്ടാത്ത ചിന്തകളെയും മനസ്സിലേക്ക് ഇട്ടുതരും കേട്ടോ. ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിലേക്ക് കോറിയിട്ട് വരും. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ക്ലിപ്പുകളുടെ കാലഘട്ടമാണ്. എന്തും ക്ലിപ്പുകളാണ്. വാട്സപ്പും പിന്നെ ഫേസ്ബുക്കും എല്ലാ സാധനങ്ങളും നിറഞ്ഞ കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാം നല്ല വഴിയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് ഉണ്ട്. ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. ഇതാ, ഞാനും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. മോളൂര് യൂണിറ്റ് SSF SYS മഅദിൻ മസാരിഉ സുന്ന എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞാനതിന്റെ മെമ്പറാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളിൽ ഒരുപക്ഷെ ഖത്തറിലുള്ള ഷെരീഫ്, ആ ഖത്തറിലുള്ള നിസാർ, അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. KMIC-യിലൂടെ കിട്ടിയ സുഹൃത്തുക്കളാണ്. സുബ്ഹാനല്ലാഹ്, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖത്തറിലുള്ള എന്റെ സുഹൃത്ത് ഷെരീഫ്, അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ ശ്രോതാക്കളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ, ഖത്തറിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ബന്ധുക്കളോ സ്ഥാപനത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ KMIC-യിൽ നിങ്ങൾ ഇട്ടുകൊടുക്കണം. അവർ ഞാനുമായി ബന്ധപ്പെടട്ടെ. UAE-യിൽ ഉവൈസക്കാബി ഉണ്ടല്ലോ, ഖത്തറിൽ ഞാൻ വേണമെങ്കിൽ സേവനം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ ബന്ധം ഞാനും അദ്ദേഹം തമ്മിൽ ഒരു പാഠശാലയിൽ പഠിച്ച ബന്ധമല്ല. ഞാനും ഷെരീഫും തമ്മിൽ വേറെ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്ത ബന്ധമല്ല.
ഈ ഇരിക്കുന്ന 300ഓളമോ അല്ലെങ്കിൽ 300-ൽ പരമോ വരുന്ന, അതിനേക്കാൾ അപ്പുറം വരുന്ന KMIC-യുടെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് സുഹൃവലയമുണ്ട്. ഇതൊരു ഫാമിലിയാണ്, ഇതൊരു കുടുംബമാണ്. ഈ ബന്ധം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ബന്ധമാണ്. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം സഹകരിക്കണേ, നിങ്ങൾ പരസ്പരം ഗ്രൂപ്പ് കൂടണേ, നിങ്ങൾ പരസ്പരം കൂട്ടായ്മ സൃഷ്ടിക്കണേ. അതേ KMIC-ക്കാര് കൂട്ടായ്മ ഉണ്ടാക്കിയതുപോലെ, അവർ പരസ്പരം ഒരു കുടുംബമായി പ്രവർത്തിക്കുന്നത് പോലെ, അതുപോലെ മോളൂർ മഅദിൻ മസാരിഹുസ് സുന്നയുടെ, മോളൂർ SSF SYS-ന്റെ ആ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ നന്മകൾക്ക് വേണ്ടി പരസ്പരം സഹകരിക്കണം, തഖ്വക്ക് വേണ്ടി പരസ്പരം കൂട്ടായ്മ ചേർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ നിങ്ങൾ കൂട്ടുചേർന്ന് പ്രവർത്തിക്കണം, സംഘടിച്ച് പ്രവർത്തിക്കണം. അത് നല്ല കൂട്ടായ്മയാണ്. അതേ സമയത്ത് വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നിങ്ങൾ പരസ്പരം സംഘടിക്കരുതേ. വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. ഞാൻ ഈ KMIC-യെ കുറിച്ച് എന്റെ സുഹൃത്തുക്കൾ ചേരോട് പറഞ്ഞപ്പോൾ, KMIC-യുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിലുള്ള ഒരു ആശങ്ക എന്നോട് ചില സുഹൃത്തുക്കൾ പങ്കിട്ടത്, ഉസ്താദെ നിങ്ങൾ വിചാരിച്ചതുപോലല്ല. ഇത് വേറെ പേരില്ല, ഇതിന്റെ അസല് മൊത്തത്തിലുള്ള ബൈലക്സ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഉള്ളിൽ കയറിയാല് KMIC ഓക്കെ, അത് നമ്മുടെ ദീനി പ്രചരണത്തിന്റെ ഒരു മാധ്യമമാണ്. പക്ഷെ ഇതിന്റെ ഒരു അസലുണ്ട് ബൈലക്സ്. അതിന്റെ ഉള്ളിൽ തോന്നിയാസങ്ങളും ഉണ്ട്. അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ തോന്നിയാസം കണ്ടുപോകും. ഉസ്താദ് ചിലപ്പം KMIC-യെ പറയുള്ളൂ, KMIC കേടും. ഉസ്താദിന് ചിലപ്പോൾ അതേ പരിചയം ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ആ തോട്ടത്തേക്ക് കയറിയാൽ പിന്നെ വേറെ ബൈലക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുറെ ഉണ്ട്. അത് കണ്ടുപോയാൽ ഹറാമുകൾക്ക് ധാരാളമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കൂട്ടായ്മയാണ്. പക്ഷേ ആ കൂട്ടായ്മ പാടില്ല, അത് ഹറാമായ കൂട്ടായ്മയാണ്. അതേസമയത്ത് ഹൈറായ കൂട്ടായ്മ വേണം, KMIC പ്രവർത്തിക്കുന്നത് പോലെ. അതുപോലെ സുന്നി അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് മീഡിയകളുണ്ട് അൽഹംദുലില്ലാഹ്. അവരൊക്കെ സുന്നി ഇസ്ലാമിക് ക്ലാസ് റൂം, ഇങ്ങനെ തുടങ്ങിയ പല ക്ലാസ് റൂമുകളുമുണ്ട്. അല്ലാഹു തആല എല്ലാ സുന്നി പ്രസ്ഥാനത്തെ, സുന്നികൾ എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള സുന്നി, അവരുടെ എല്ലാ ഗ്രൂപ്പുകളെയും അവരുടെ എല്ലാ ക്ലാസ് റൂമൊക്കെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് എന്താണ്, ഞങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പ്, മോളൂരി ഈ യൂണിറ്റിന്റെ, നമ്മുടെ സ്ഥാപനത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ നല്ലത് തുടങ്ങിയത്. പക്ഷെ എന്നെ അതിലേക്ക് കൂട്ടിയത് നമ്മളെ പ്രവർത്തകരാണ്. കൂട്ടുന്ന സമയത്ത് ഞാൻ അതിൽ താല്പര്യപ്പെട്ടില്ല, പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഉസ്താദ് എങ്ങനെയാണ് കൂടണം, സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടി. നോക്കുമ്പോ അൽഹംദുലില്ലാഹ് 10-35 പണ്ഡിതന്മാർ അതിന്റെ ഉള്ളിലുണ്ട്. അതിനാഴ്ച തോറും ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി ഹദിയാക്കുന്നു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ചടവറ മുഹമ്മദ് അലി സഖാഫി എല്ലാ വെള്ളിയാഴ്ച രാവും സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നു. ആഴ്ചതോറും സഹോദരിമാരടക്കം ചൊല്ലിയിട്ട് ഭർത്താക്കളോട് പറയുന്നു, അവർ സ്വലാത്ത് മൊത്തത്തിൽ ചൊല്ലുന്ന ഒരു യൂണിയൻ ഉണ്ടാക്കുന്നു. ആരെങ്കിലും മരിച്ചാൽ അവർക്ക് വേണ്ടി 70,000 തഹ്ലീൽ ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവർ സാമ്പത്തികമായ സഹായം ആവശ്യപ്പെടുന്നു. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനിടയിൽ ഒരു ദിവസം ആരോ അതിൽ അറിയാതെ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ടുപോയി. പെണ്ണിന്റെ ഫോട്ടോ എന്നുള്ള നിലക്കിട്ടതല്ല. അപ്പൊ ആ നീരാളിനെ തിന്നുന്നു എന്നുള്ള ലക്ഷ്യത്തിലെ മൂപ്പർ ഇട്ടത്. ഇട്ടാള് മോശക്കാരനെന്ന നല്ല മനുഷ്യനാണ്. പക്ഷെ ഇയാള് ഈ നീരാളിനെ തിന്ന, പച്ച ജീവനോടെ നീരാളിനെ തിന്നുന്ന അത്ഭുതം കാണിക്കാൻ വേണ്ടി ഇട്ടതാ. പക്ഷെ ഇട്ടത് ഒരു പെണ്ണിന്റെ ഫോട്ടോയിൽ പോയി. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്ന് എല്ലാവരും ശക്തമായി എതിർപ്പുകൾ എഴുതാൻ തുടങ്ങി. ആരായി ഇട്ടത്, ഇനി മേലിടാൻ പാടില്ല, അച്ചടയാളെ പുറത്താക്കണം, ഗ്രൂപ്പിന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടക്ക നടപടികൾ. പിന്നെ ഞാനും അതിൽ സംസാരിച്ചു. ഞാൻ പറയും, ഇട്ട ആൾക്ക് തെറ്റ് പറ്റിപ്പോയതാവും. പക്ഷെ ഈ ഗ്രൂപ്പിന്റെ ആത്മീയമായ രംഗം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും സഹകരിക്കണം. നോക്കൂ നിങ്ങൾ, ഇതെന്തൊരു കൂട്ടായ്മയാണ്. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നല്ല കൂട്ടായ്മയുമുണ്ട്, ചീത്ത കൂട്ടായ്മയുമുണ്ട്. അതുപോലെ
അതുപോലെ പലതും നമ്മുടെ ഫേസ്ബുക്ക്, സുബ്ഹാനല്ലാഹ്, അതിൽ നല്ലതുമുണ്ട് കെട്ടതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലതിനു വേണ്ടി കൂട്ടുചേരുക, അത് സംഘം ചേരുക, അതിനെ കൂട്ടമായി പ്രവർത്തിക്കുക, ഇത് സ്വാഗതാർഹമാണ്. അതേ സമയത്ത് ചീത്ത ആവശ്യത്തിന് വേണ്ടി കൂട്ടുചേരുന്നത് മോശമാണ്. ബഹുമാനപ്പെട്ട യമനിലെ ആത്മീയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ. അദ്ദേഹം ഒരു ദിവസം നമ്മുടെ കേരളത്തിൽ വന്നു. മലപ്പുറം മഅദിൻ വന്നപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഹിക്കമ ക്ലാസ് എടുക്കുകയാണ്. സാധുവായ ഞാനും ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഭൗതികമായ അസ്ബാബുകൾ, കമ്പ്യൂട്ടറുകളും അതുപോലെ ഇന്റർനെറ്റുകളും ആധുനിക സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളുമെല്ലാം അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സാങ്കേതികമായ ആധുനിക പുരോഗതികളെ തള്ളേണ്ടതും ഇല്ല, എന്നാൽ അത് ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിന് സഹായകമാകുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. നമ്മുടെ ഒരു കത്തി കിട്ടിയാൽ കത്തി കൊണ്ട് നല്ല അലുവ വാങ്ങി മുറിച്ചിട്ട് മുതാലിമീങ്ങൾക്ക് കൊടുക്കുന്നത് അത് നല്ല കത്തിയുടെ ലക്ഷണമാണ്. അതേസമയത്ത് ആ കത്തി തന്നെ ഏതെങ്കിലും സാധുവിന്റെ കഴുത്തിൽ വെക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ നല്ലതിനും കെട്ടതിനും ആയുധങ്ങൾ പറ്റുന്നത് പോലെ നല്ലതിനും കെട്ടതിനും വാട്സപ്പ് പറ്റും, മൊബൈൽ ഫോണ് പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളെ പലതും പറ്റും. നല്ലതിനും പറ്റും, ചീത്തക്കും പറ്റും. നല്ലതിന് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ്? ഇന്ന് ക്ലിപ്പിങ്ങുകളുടെ കാലഘട്ടമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആവശ്യമില്ലാത്തത് ഒന്നും നാം കേൾക്കരുത്. അത് നമ്മുടെ മനസ്സിൽ വസ്വാസ് സൃഷ്ടിക്കും. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്റെ ഹൃദയത്തിനെ കുത്തി മനുഷ്യന്റെ ഹൃദയത്തിന്റെ വസ്വാസിന്റെ നടുക്കയത്തിലേക്ക് തള്ളിവിടുന്ന രണ്ട് വിഭാഗമുണ്ട്. അവരെ തൊട്ട് കാവൽ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് വിശുദ്ധ ഖുർആനിന്റെ അവസാന സൂറത്തിനെ അല്ലാഹു വെച്ചിട്ടുള്ളത്. മിനൽ ജിന്നത്തി വന്നാസ്. അത് പിശാചെന്ന് പറഞ്ഞ് അല്ലാഹു തആല മാറി നിന്നില്ല. പിശാചുമുണ്ട്, വന്നാസ് മനുഷ്യ പിശാചുമുണ്ട്. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം. ഇന്ന മിൻ അശരിന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അന്നമ്മാമീൻ അൽ മശ്ശാഈന ബിന്നമീമത്തി അൽ മുഫർരിഖീന ബൈനൽ അഹിബ്ബത്തി. നിശ്ചയമായും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വൃത്തികെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണ് രണ്ട് പ്രിയങ്കരന്മാരുടെ ഇടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന, പ്രിയങ്കരന്മാർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന രീതിയിൽ ഏഷണി പരത്തുന്ന ആളുകൾ. ഏഷണിക്ക് നിദാനമായി പ്രധാനമായി വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ ശ്രവണപൂടം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആവശ്യമില്ലാതെ കേൾക്കാൻ പോകണ്ട, ആവശ്യമില്ലാത്ത വിഷയം കേൾക്കാൻ പോകണ്ട. ബഹുമാനപ്പെട്ടവർ പറയാണ്, കാരണം മന്നൽ കലാമല്ലദീ യഖഉ ഫീ ഖൽബിൽ ഇൻസാൻ വസംഇഹി ബിമൻസിലത്തി ത്വആമില്ലദീ യഖഉ ഫീ ജൗഫിഹി. മനുഷ്യൻ അവന്റെ ചെവി കൊണ്ട് കേൾക്കുന്ന സംസാരങ്ങള്, അവൻ നാവുകൊണ്ട് പറഞ്ഞില്ല എന്നത് ശരിയാണ്, പക്ഷെ അവന്റെ ചെവി കൊണ്ട് അവൻ കേൾക്കുന്ന സംസാരങ്ങള് അവന്റെ വയറ്റിലേക്ക് എത്തുന്ന ഭക്ഷണത്തെ പോലെയാണ്. ഭക്ഷണം എത്തിയാൽ നല്ല ഭക്ഷണമാണ് കഴിച്ചതെങ്കിൽ മനുഷ്യന് ഓജസ്സുണ്ടാകും, ഉന്മേഷമുണ്ടാകും, പ്രോട്ടീൻ വർദ്ധിക്കും, പല നേട്ടങ്ങളും ഉണ്ടാകും. അതേസമയത്ത് ആ ഭക്ഷണം തന്നെ മോശമായതാണെങ്കിലോ, കള്ളാണ് ഉള്ളിലെത്തിയതെങ്കിലോ, ആ കള്ളി എത്തരോടുകൂടെ ഇവന് ബുദ്ധി തന്നെ മറഞ്ഞുപോയി അല്ലേ. വിഷമാണ് എത്തിയതെങ്കിലോ ഇവൻ പാടെ മരിച്ചുപോയി അല്ലേ. ഇനി ക്യാൻസർ പിടിക്കാൻ കാരണമായ ഭക്ഷണമാണ് എത്തിയതെങ്കിലോ തീരാ ദുഃഖത്തിലായി അല്ലേ. ഷുഗർ കൂടാൻ പറ്റിയ ഭക്ഷണമാണ് എത്തിയതെങ്കിലോ മരിക്കാതെ കൊല്ലുന്ന രോഗമായി അല്ലേ. ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്ന രോഗവും മനുഷ്യനെ നാനോന്മുഖ നാശത്തിലേക്ക് എത്തിക്കുന്ന രോഗവും
എല്ലാം ഭക്ഷണത്തിൽ നിന്നാണല്ലോ. ഇതേ പ്രകാരം മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് മനുഷ്യന്റെ കേൾവി. അതുകൊണ്ട് അനാവശ്യമായത് കേൾക്കാൻ പോകണ്ട എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബൽ ഇന്ന ബഖാഅൽ കലാമി വതദറുഅഹു അക്സറു വഅബ്ലഗു മിനത്ത്വആം. സംസാരം ഭക്ഷണത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും കടുപ്പാണ് എന്നാ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഭക്ഷണം ചിലപ്പോൾ വയറിളക്കിയാൽ പോകും, അല്ല ഒരു ഉറങ്ങിക്കാണ്ട് എഴുന്നേറ്റാൽ ആ ഭക്ഷണം ദഹിച്ചോണ്ട് പോയിട്ടുണ്ടാവും. പക്ഷെ കേട്ടത് ചിലപ്പോൾ 10 കൊല്ലം മുമ്പ് കേട്ടതാവും, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. ആ 10 കൊല്ലം മുമ്പ് കേട്ടതിന്റെ പേരിലാണ് താൻ തന്റെ ഉമ്മയോട് പറഞ്ഞു നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നോക്കിയാട്ടെ ആപത്ത്. ഭാര്യ മണിയറയിൽ വെച്ച് മന്ത്രിച്ചു കൊടുത്തതാണ് 10 കൊല്ലം മുമ്പേ. ഗൾഫിൽ വന്ന ഭർത്താവിനോട് ഭാര്യ മന്ത്രിച്ചു കൊടുത്തതാണ്. മന്ത്രിച്ചു കൊടുക്കുന്ന സമയത്ത് ഭർത്താവ് പറയേണ്ടിയിരുന്നു, മോളെ നീ എന്നെയും ഉമ്മയുടെയും ഇടയിൽ തെറ്റിക്കുന്ന വാക്കുകളൊന്നും പറയല്ല എന്ന് പറയേണ്ട ഭർത്താവ് ഭാര്യ പറയുന്നത് ശരിക്കങ്ങ് കേട്ടുകൊടുത്തു. എന്താ സംഭവിച്ചത്? തന്റെ സ്വർഗത്തിന്റെ കാലടിപ്പാടമാകുന്ന ഉമ്മയുമായി കക്ഷി അകന്നുപോയി. 10 കൊല്ലമായി. 10 കൊല്ലം മുമ്പ് തിന്ന് ബിരിയാണിയൊക്കെ ഇവിടെ എത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ 10 കൊല്ലം മുമ്പ് കേട്ടിരിക്കുന്ന ആ ഒരു ചൊല്ല്, ഭാര്യയുടെ ഒരു വചനം കേട്ടതിന്റെ പേരിൽ ഉമ്മയുമായി പിണങ്ങിയിട്ട് ആ അടയാളം അവന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. കണ്ടോ നിങ്ങള്? കണ്ടോ? മുസാലിമൻ പറയാണ്, ഭക്ഷണത്തെ പോലെ എന്നും പറഞ്ഞുകൂടാ, ഭക്ഷണം പെട്ടെന്ന് ദഹിച്ചു കളയും. പക്ഷേ അവന്റെ മനസ്സിൽ ചെവിയിലൂടെ കേട്ടിരിക്കുന്ന ആത്മൽക്കരമായ ഒരു വിഷവാക്കുകളുടെ കാരണത്താൽ അവന് സംഭവിച്ചിരിക്കുന്ന ഭവിഷ്യത്തുകള് വർഷങ്ങൾ പിന്നിട്ടാലും നീങ്ങിപ്പോകുന്നില്ല. കണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, നമുക്കിടയിൽ കുടുംബപരമായും ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലും എത്രയെത്രയെല്ലാമോ പ്രശ്നങ്ങളെ ലോകത്തിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അധികപക്ഷവും പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു മോശമായ വാക്ക് കേട്ടതാണ് കാരണം, ആരോ തന്നെ പറ്റിച്ചതാണ് കാരണം, അത് അവന്റെ മനസ്സിൽ നിന്ന് നീങ്ങുന്നില്ല. അവന്റെ ചെവി കൊണ്ട് അവൻ കേട്ടത് അവന്റെ ആയുഷ്കാലം മുഴുവനും നിലനിന്നേക്കാം. അതവനപ്പോൾ മാത്രമല്ല, പിശാച് മറക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ചെവി കൊണ്ട് ഹറാമായത്, അനാവശ്യമായത് കേൾക്കാൻ അവനൊരിക്കലും തന്നെ ഒരുമ്പെടരുത്. ചെവിയെ കൺട്രോൾ ചെയ്യണം. മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇതൊരു ഹറാമായത് എന്ന് പറയുമ്പോൾ വെറും ഗീബത്തിന് മീമത്ത് കേൾക്കല് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ഗീബത്തിന് മീമത്ത് കേൾക്കല് മാത്രമല്ല, ഇന്ന് ആധുനിക കാലഘട്ടത്തില് പഴയ കാലത്ത് വിലക്കപ്പെട്ടത് പലതും അനുവദിക്കപ്പെട്ടു വരുന്ന കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരുടെയും ഈമാനെ സംരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, രാഗങ്ങളും അതുപോലെ മ്യൂസിക്കുകളും സജീവമാകുന്ന കാലഘട്ടമാണ്. അനാവശ്യമായ മ്യൂസിക്കുകള്, ഇസ്ലാം അരുതായ്മ പറഞ്ഞ മ്യൂസിക്കുകള് സജീവമായി നിലകൊള്ളുന്ന കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തൊരു രംഗം വരാനുണ്ട്. നോക്ക് നിങ്ങള്, നമ്മുടെ കാലത്ത് ചില പ്രത്യേക ഗായികമാരുണ്ട്, നല്ല മൊഞ്ചുള്ള പാട്ട് പാടുന്ന ഗായികമാരാണ്. അവർ വരുന്നുണ്ടെന്ന് കേട്ടാൽ 10,000 തടിച്ചുകൂടും. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ നാക്കിന്റെ ആ ഗാനം അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ ഭംഗിയും ആ സൗന്ദര്യവും ആ ശ്രവണപുടത്തിലെ ആകർഷണവും സ്വാധുമാണ്. എന്നാൽ ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത അള്ളാഹു ഈ ഗായികക്ക് ആ ഗാനം ആലപിക്കുമ്പോഴുള്ള ആകർഷണം കൊടുത്ത അതേ അള്ളാഹു ഉള്ളത് വളരെ മോശമായാണ് പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു ഖുർആൻ പാരായണത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടിയാണ്, അത് വല്ലാത്ത ആഘോഷമാണ്. ആ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചത് ആരാണ്? ലോകത്തിന്റെ നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സെറ്റപ്പ് ചെയ്യുകയും അവന്റെ ഏറ്റവും ഉത്കൃഷ്ട നേതാവിനെ കൊണ്ട് വിളിച്ചു പറയാനും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായ പരിപാടിയാണ്. നമ്മുടെ ലോകത്തുള്ള എത്ര ഗാനമേളകൾ ഒരുമിച്ച് കൂട്ടിയാലും ആ ഒരു പരിപാടിയുടെ ശകലമാകുമോ? അത്രയും മധുരമുള്ള ആ സദസ്സിലേക്ക് വരാൻ കഴിയാത്ത ഒരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ആരാണെന്നറിയോ? മ്യൂസിക്കിന്റെ പിന്നിൽ നടക്കുന്നവരാണ് കേട്ടോ. അപ്പം ചില സുഹൃത്തുക്കൾ പറയും, ഉസ്താദേ ഇത് നിങ്ങൾ വിചാരിച്ച മ്യൂസിക്കല്ല, ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാനെയും പറ്റിക്കുന്ന ആൾക്കാരെ നമ്മള്. മ്യൂസിക് ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. ഞാൻ കോഴിക്കോട് ഒരു ബുക്ക് സ്റ്റാളിൽ കയറി ഒരു വയലിന്റെ CD ഉണ്ടെങ്കിൽ വാങ്ങാം, നമ്മളെ ഭാര്യക്കും മക്കൾക്കൊക്കെ കേൾപ്പിക്കാന്ന് വിചാരിച്ച് CD വിൽപ്പന നടത്തുന്ന ഒരു ബുക്ക് സ്റ്റാളിൽ കയറിയതായിരുന്നു. അപ്പോ ഇവിടെ ഒരു നല്ല മദ്ഹ് ഗാനം, മദ്ഹ് ഗാനാവുമ്പോ അതൊരു, അപ്പൊ നമ്മളെ സുന്നി പ്രസിദ്ധീകരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ബുക്ക് സ്റ്റാൾ ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ അതൊന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അയാളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റേ കമ്പ്യൂട്ടറിലിട്ടു. ഇട്ടപ്പോഴേക്ക് അങ്ങനെ ജിലി ജിലി എന്ന് പറഞ്ഞിട്ട് മറ്റേ മ്യൂസിക് അങ്ങോട്ട് വന്നതും. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഇത് മ്യൂസിക് ആണല്ലോ, ഇത് നമുക്ക് പറ്റാത്ത. ഇതല്ല ഉസ്താദേ, ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. നിങ്ങൾ വിചാരിച്ച മ്യൂസിക് അല്ല, ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. സുബ്ഹാനല്ലാഹ്, തഖ്വ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാര് ഈ ആഖിർ സമാനിന്റെ ഈ വികൃതികളുടെ പിന്നിലൊന്നും പോകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ വാദ്യോപകരണങ്ങൾ ഇസ്ലാം വിലക്കിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് ജനറൽ പോയിന്റായി പഠിപ്പിച്ച സ്ഥലത്ത് പറഞ്ഞത് ത്വറബ് എന്നാണ്. അത് മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കും. മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു പ്രത്യേകമായ മധുരം ആ ഒരു വാദ്യോപകരണങ്ങൾക്കുണ്ടാകുമല്ലോ 6 മണി മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ. അതാണ് അതിന്റെ രഹസ്യം പറഞ്ഞത്. ആ രഹസ്യം സാക്ഷാൽ ആയുധം ഉപയോഗിച്ചാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും രണ്ടും ഒരുപോലെയല്ലേ? പിന്നെ എന്തിന് നാം കമ്പ്യൂട്ടറിൽ അങ്ങനെ ഒരു ആയുധത്തിന്റെ പിന്നിൽ പോകുന്നു? അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ ഹത്തായദ മാലാ ബഅസ ബിഹി ലിമാൽ ബിഹി ബഅസുൻ, കുഴപ്പമുണ്ടാകുന്ന ഒരു വിഷയത്തിന്റെ കെയറോഫിൽ കുഴപ്പമില്ലാത്ത വിഷയങ്ങളെപ്പോലും അവൻ മാറ്റി നിർത്തുന്നത് വരെ ഒരാള് ശരിയായ മുത്തഖിയാകുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കാതും നമ്മുടെ കേൾവിയും നമ്മുടെ കണ്ണും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പണയം വെക്കേണ്ടതില്ല. നമ്മുടെ തഖ്വ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, പറയേണ്ടത് മാത്രം പറയുക, കാണേണ്ടത് മാത്രം കാണുക. അർഹമുർ റഹീമീൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യവും കൂടെ പറയാനുണ്ടായിരുന്നു, അത് പറയുമ്പോൾ സമയം വൈകിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയത്തിന് ബർക്കത്ത് തരട്ടെ. ഇന്നിപ്പോൾ ഏകദേശം ഇവിടെ 6:15 അടുത്തു. മുതാലിമീങ്ങൾക്ക് അവർക്കുള്ള നോമ്പ് തുറ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ടായത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. മറ്റു വിഷയത്തിലേക്ക് കടന്നാൽ ഇനി സമയം നീണ്ടുപോകും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉപദേശിക്കാനുള്ള ഒറ്റ കാര്യം എന്താണ്? നമ്മളൊക്കെയും ഉണരണം. ഇത് വിശുദ്ധ റമദാനാണ്. ഈ റമദാനിൽ നാം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. തീർച്ചയായും സുരക്ഷിതമായി നിങ്ങൾക്ക് തഖ്വ, നമുക്ക്, നിങ്ങൾക്ക് എന്നല്ല, ഇതൊരു വൺ വേ ട്രാഫിക് അല്ല. നമുക്ക് തഖ്വ വാങ്ങാൻ വേണ്ടി
അതിന് പറ്റിയ എല്ലാ അവസരങ്ങളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് അല്ലാഹു തആല റമദാനെ തുറന്നു തന്നിട്ടുള്ളത്. നമ്മളൊക്കെയും പലപ്പോഴും കേട്ടതാണ്, പറഞ്ഞതാണ്. വിശുദ്ധ റമദാൻ വന്നാൽ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടുമെന്ന്. എന്താണ് ഈ മലർക്കെ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, അഥവാ സ്വർഗത്തിനെ മലർക്കെ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രതീക്ഷകളെയാണ് അല്ലാഹു തആല സമൂഹത്തിന് പഠിപ്പിക്കുന്നത്. അഥവാ സ്വർഗമൊന്ന് ആഗ്രഹിച്ചവർക്ക് പോലും നേടിയെടുക്കാൻ പാകതയില് അതൊരു ശുഭലക്ഷണമാണ് കാണിക്കുന്നത്. നരകത്തിന്റെ ആഴിയിലേക്ക് അമർന്നു പോകാൻ ഇടവരുത്തിയ ജീവിതത്തിന്റെ പതിറ്റാണ്ടുകൾ മുഴുവനും പ്രതിക്കൂട്ടിൽ മാത്രം ജീവിച്ചു പോയ എന്നെയും നമ്മിൽ അധിക പേരെയും പോലെ നിർഭാഗ്യവാന്മാരായ പലർക്കും മുമ്പില് ഇതാ നിങ്ങൾ നരകത്തേക്ക് കടക്കണ്ട, എല്ലാം അടച്ചിരിക്കുന്നു, നിങ്ങൾ ഈ അതിലേക്ക് നോക്കണ്ട, നിങ്ങളുടെ 40 കൊല്ലം വിടൂ, നിങ്ങൾ ഇതുവരെ നരകത്തിലേക്ക് വിടാൻ പാകമായി 50 കൊല്ലം ജീവിച്ചു, വിടൂ, ആ നരകം ഞാൻ പൂട്ടി, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, ഇതാ തുറന്നു വെച്ച സ്വർഗമുണ്ടല്ലോ, നിങ്ങൾ അതിലേക്ക് നോക്കൂ, ആ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ നമുക്ക് മുന്നിൽ തുറന്നു വെച്ച് തന്നിരിക്കുകയാണ്. ആ സ്വർഗം തുറന്നു വെച്ച് തന്നിരിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ് നരകത്തിൽ നിന്ന് തെന്നിമാറി സ്വർഗത്തിലേക്ക് എത്താൻ കുതിക്കുന്ന മനുഷ്യനുള്ള അവസരങ്ങൾ സുലഭമാണ്. അതിനെ പറ്റിയ പാഠങ്ങൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഒരു വിഷയം നമ്മൾ മറക്കാതെ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ അവകാശവാദമാണ്. ഈ പറയപ്പെട്ട തഖ്വകളെല്ലാം സംഭരിക്കാൻ പറ്റിയ പ്രത്യേകമായ സീസൺ സമയമാണോ വിശുദ്ധ റമദാൻ? അത് നമുക്കൊരു ദിവസത്തെ ശരിയായ ക്ലാസ് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ റമദാനിന്റെ മധുരം നമുക്കറിയുകയുള്ളൂ. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടുക. ഈ റമദാൻ ശരീഫിന്റെ ഉള്ളിലുള്ള ഉൾനിധികളെക്കുറിച്ച്, അതിന്റെ ഉള്ളിലുള്ള മധുരങ്ങളെക്കുറിച്ച്, റമദാനിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു പോയാൽ തമന്നത്തുമ്മത്തി അന്തകൂന അയ്യകൂന റമദാന സനത കുല്ലഹാ, റമദാൻ വർഷം മുഴുവനും നിലനിന്നിരുന്നെങ്കിൽ എന്ന് മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചു പോകുമായിരുന്നു. നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കൾ, ഭാര്യ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, നമ്മുടെ ശിഷ്യന്മാർ, നമുക്ക് ഭക്ഷണം നൽകിയവര്, നമുക്ക് ദാഹജലം നൽകിയവര്, നമ്മെ പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ദഅ്വാ രംഗങ്ങളിലും സഹായിച്ചവര്, നമ്മുടെ ഈ KMIC-യിലെ പ്രവർത്തകന്മാര്, അതുപോലെ KMIC-യിൽ പങ്കെടുക്കുന്ന ഇതിന്റെ ശ്രോതാക്കള്, അതുപോലെ നമ്മുടെ മഹത്തായ ഈ സ്ഥാപനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ, ഇവിടെയുള്ള നിത്യ ചെലവുകളിലേക്ക് സഹായിച്ചവർ, പ്രത്യേകിച്ച് ഈ നമ്മുടെ എന്റെ ഒരു ദിനം പദ്ധതിയിൽ അംഗമാകുക വഴി ഷാദുലി മെമ്പറായി തീർന്നവർ, നമുക്കെല്ലാവർക്കും അർഹമുർ റഹീമീനായ റബ്ബേ, നീ സർവമാന ദോഷങ്ങളിൽ നിന്നും മോചനം തരണം റഹ്മാന്. ഞങ്ങളെ നീ ദോഷക്കയങ്ങളിൽ നിന്ന് കരകയറ്റണം റഹ്മാന്. മനസ്സാ വാച കർമ്മണ ഞങ്ങൾ ചെയ്തു പോറ്റിയ തെറ്റുകുറ്റങ്ങളും തമ്മാടിത്തരങ്ങളും ഏത് അളവിലുള്ളതാണെങ്കിലും, ആരോട് ചെയ്തതാണെങ്കിലും, എത്ര ആവർത്തിച്ചുള്ളതാണെങ്കിലും, എത്രമേൽ വഷളായതാണെങ്കിലും, റബ്ബേ, എത്ര രഹസ്യമായും പരസ്യമായും ചെയ്തു പോയതാണെങ്കിലും, ബാഹ്യമായതാകട്ടെ ആന്തരികമായതാകട്ടെ, എല്ലാം നീ പൊറുത്തു തരണം റഹ്മാനെ. തെറ്റുകൾ പൊറുക്കാൻ കണിശമായി ഇന്നാലിന്നത് ചെയ്തേ പറ്റൂ എന്ന ഒരു മാധ്യമം നീ വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിവ് കുറഞ്ഞ ബലഹീനരായ ഈ പാപികളെ ആ മാധ്യമങ്ങളെ തന്നുകൊണ്ട് സഹായിക്കണം റഹ്മാനെ. പണം കൊണ്ടാണോ ആ ബാധ്യത നിർവഹിക്കേണ്ടതെങ്കിൽ പണം തരണം റഹ്മാനെ. കണക്ക് മറന്നുപോയതാണെങ്കിൽ കണക്ക് ഓർമ്മിപ്പിച്ചു തരണം റഹ്മാനെ. ആരോടെങ്കിലും പൊരുത്തപ്പെടിക്കേണ്ടതാണെങ്കിൽ അതിന്റെ വഴി നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം റഹ്മാനെ. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് കിട്ടണം അല്ലാ. അബലകളാണേ, ചപലകളാണേ, പാവങ്ങളാണേ, പാപികളാണേ, ബലഹീനരാണേ, റബ്ബേ ദുർബലരാണേ. എന്തായാലും ഞങ്ങളുടെ കാരുണ്യവാനായ, ഞങ്ങളുടെ വലിയായ അല്ലാഹുവേ, നിന്റെ എളിയ അടിമകളല്ലേ,
ഞങ്ങളൊന്ന് ശ്വാസം മുട്ടുമ്പോഴേക്ക് ശ്വാസം തന്നുകൊണ്ട്, ഞങ്ങളൊന്ന് ദാഹിക്കുമ്പോഴേക്ക് ദാഹജലം തന്നുകൊണ്ട്, ഞങ്ങളൊന്ന് വിശക്കുമ്പോഴേക്ക് വിശപ്പിന് ഭക്ഷണം തന്നുകൊണ്ട്, ഞങ്ങൾക്കൊന്ന് ചൂട് വരുമ്പോഴേക്ക് തണുക്കാനുള്ള കാറ്റ് തന്നുകൊണ്ട്, മഴ തന്നുകൊണ്ട്, ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യുന്ന ഞങ്ങളുടെ യജമാനനല്ലയോ? ഈ അടിമകളിലേക്ക് കറമ നൽകണേ റഹ്മാന്, ലുത്ഫ് നൽകണേ റഹ്മാന്, നസുഹായ തൗബ നൽകണേ റഹ്മാനേ, ദുസ്വഭാവങ്ങളിൽ നിന്ന് കരകയറ്റം നൽകണം റഹ്മാന്, ശരീരമായ സ്വദർ നൽകണം റഹ്മാന്, ഞങ്ങളുടെ എല്ലാ മോശത്തരങ്ങളും മായ്ച്ചു തരണം റഹ്മാനേ. ആഖിർ സമാനിന്റെ ദുർബലരിൽ ദുർബലരായ ഞങ്ങൾക്ക്, വഴി അറിയാതെ ഉയരുന്ന ഞങ്ങൾക്ക്, അറിയുന്ന വഴിയിലേക്ക് തന്നെ വിജയം കൈവരിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക്, ഞങ്ങളുടെ സർവോർജനായ സർവശക്തനായ സർവജ്ഞാനിയായ സർവദയാലുവായ അല്ലാഹ് ഞങ്ങൾക്ക് ആവശ്യമായ കാരുണ്യം നൽകണം റഹ്മാൻ, കരുണ ചൊരിയണം റഹ്മാൻ. ഞങ്ങൾക്ക് നീ നൽകിയിട്ട് ഒന്നുമില്ല അല്ലാഹ്. പക്ഷേ ഞങ്ങളുടെ കുറവ് കൊണ്ട് പലതും ഞങ്ങളിലേക്ക് എത്താതെ തടയപ്പെട്ടു പോകുന്നു അല്ലാഹ്. നിന്റെ കാരുണ്യത്തിന്റെ ഹിജാബായി ഞങ്ങളിലുള്ള എല്ലാ മറകളെയും നീ നീക്കണം റഹ്മാനെ, നീ നീക്കണം റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണം റഹ്മാനെ. നിന്റെ നൂറ് കൊണ്ട് ഞങ്ങളുടെ കൽബകം നിറക്കണം റഹ്മാനെ. നിന്റെ നൂറ് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഭാഗവും നീ പൊതിയണം റഹ്മാനെ. നിന്റെ നൂറിൽ ഞങ്ങളെ നീ മുക്കിക്കുളിപ്പിക്കണേ റഹ്മാനെ. നിന്റെ നൂറ് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ റഹ്മാനെ. നിന്റെ വിശുദ്ധ ഖുർആനിന്റെ, നിന്റെ ഹബീബിന്റെ തിരുഹദീസുകളുടെ ആന്തരികാർത്ഥങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും ഞങ്ങളുടെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ എളിയവരായ ദാസന്മാരായി ജീവിക്കാൻ പാകമായ വിനയം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. സൽസ്വഭാവം നൽകണം റഹ്മാനെ. അഹങ്കാരം ഉത്തെറിയണം റഹ്മാനെ. ഉജുബ് വലിച്ചെറിയണം റഹ്മാനെ. റിയാ വലിച്ചെറിയണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹസദുകളും എല്ലാ ഉൾപോരുകളും എല്ലാ ഹൃദയരോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനെ. എല്ലാം മായ്ച്ചു കളയണം റഹ്മാനെ. നിന്നിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണം റഹ്മാനെ. നിന്റെ വാത്സല്യങ്ങളായി ഞങ്ങളെ നീ ആക്കിത്തരണം റഹ്മാനെ. പ്രായമേറിയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണം റഹ്മാനെ. അവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാ വേദനകളിൽ നിന്നും, എല്ലാ വിഷമങ്ങളിൽ നിന്നും, ഞരമ്പ് ക്ഷീണങ്ങളിൽ നിന്നും, എല്ലാ അപസ്മാരകളിൽ നിന്നും, എല്ലാ ബുദ്ധികുറവുകളിൽ നിന്നും അവർക്ക് നീ മോക്ഷം കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ മന്നാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളും നൽകുന്ന ഞങ്ങളുടെ ഇണകൾക്ക് നീ വലിയ വിജയം കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഇണകളെ നീ പൊരുത്തപ്പെട്ടവരാക്കണം റഹ്മാനെ. നിന്റെ മുത്തക്കീങ്ങളിൽ ഞങ്ങളുടെയും അവരെയും പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൺകുളിർക്ക് സന്തോഷത്തിന്റെ പാതയും ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാഹ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കരകയറ്റണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും ഞങ്ങളുടെ ഗുരുനാഥന്മാരെയും നീ ഉഖ്റവിയായ അരിമീങ്ങളാക്കി തരണം റഹ്മാനെ. ദുനിയാവിന്റെ ചണ്ടികളാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികള്, ഞങ്ങളുടെ ബന്ധുമിത്രാദികള്, ഞങ്ങളെ സഹായിച്ചവര്, ഞങ്ങളെ സന്തോഷിപ്പിച്ചവര്, ഞങ്ങളുടെ സ്ഥാപനത്തിനെ അകമടിഞ്ഞ് സഹായിച്ചവര്, ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി മറ്റുള്ളവരോട് പ്രചരണം നടത്തുന്നവര്, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വിഷയങ്ങളിൽ ഞങ്ങളെ സഹകരിച്ചവര് എല്ലാവരെയും നീ മുത്തക്കീങ്ങളിൽ പെടുത്തണം റഹ്മാന്. ഞങ്ങളെ നീ സംശുദ്ധരാക്കണം റഹ്മാന്. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരണം റഹ്മാന്. സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒന്നിച്ച് കളിക്കൂട്ടുകാരാക്കണം റഹ്മാന്. സ്വർഗത്തിൽ ഞങ്ങളുടെ ഈ ദായകളെ കളിക്കൂട്ടുകാരാക്കണം റഹ്മാന്. സ്വർഗത്തിൽ ഒന്നിച്ച് വിനോദത്തിലേർപ്പെടുന്ന ഭാഗ്യശാലികളിൽ പെടുത്തണ റഹ്മാനേ. ഞങ്ങളുടെ ഈ KMIC-യിലും
അതുപോലെ മറ്റു ഞങ്ങളുടെ സുന്നി ഓൺലൈൻ ഗ്രൂപ്പുകളിലും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമെല്ലാമുള്ള കൂട്ടായ്മ ഈ കുടുംബം തെറ്റായ വിഷയങ്ങളിലേക്ക് ചലിക്കാതെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ദാഹിച്ച് മെനക്കെട്ട് അധ്വാനിച്ച് നിന്റെ സ്വർഗം വാങ്ങുന്ന ഭാഗ്യശാലികളിൽ ഞങ്ങളെയും അവരെയും നീ പെടുത്തിത്തരണമേ മന്നാനേ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാന്. ഞങ്ങളെ സന്തോഷിപ്പിച്ചവരെ നീ സന്തോഷിപ്പിക്കണം റഹ്മാന്. ഞങ്ങളെ രക്ഷിച്ചവരെ നീ രക്ഷിക്കണം റഹ്മാന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ പരിക്കേറ്റുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും വീട്ടിൽ വിശ്രമിക്കുന്നവരും രോഗികളുമായ മുതഅല്ലിമീങ്ങൾക്കെല്ലാം നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പണികൾ എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. അതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. നല്ല മനസ്സുകളെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണം റഹ്മാനെ. സ്വഹിഹായ നിയ്യത്തിലൂടെ ഞങ്ങളെ സഹായിക്കാൻ പറ്റിയവരെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اجعلنا واجعل والدينا وأساتذتنا وأولادنا وأزواجنا وإخواننا وأخواتنا وأولادهم وأزواجهم وسائر أقاربنا وتلاميذنا ومن أعاننا ومن أعان معهدنا هذا ومن تصدق بمعهدنا هذا وسائر من أحاطت به شفقة قلوبنا ومن في أسرتنا ومن في سلسلة أساتذتنا من خير المستقر خير المودعين ومن خير المعظمين بشهر رمضان. اللهم اجعلنا وإياهم من الفائزين بشهر رمضان. اللهم اجعلنا وإياهم من أهل رمضان. اللهم وفقنا وإياهم